इति मतिरुपकल्पिता वितृष्णा भगवति सात्वतपुङ्गवे विभूम्नि स्वसुखमुपगदे क्वचिद्विहर्तुं प्रकृतिमुपेयुषि यद्भवप्रवाह तमिममहमजं शरीरभाजां हृदि धिष्ठितमात्मकल्पितानां प्रतिदृशमिव नैकधार्कमेघं समधिगतोऽस्मि विधूतभेदमोह कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः। नमः पङ्कजनाभाय नमः पङ्कजमालिने नमः पङ्कजनेत्राय नमस्ते പങ്കജാഘ്രയേ. മരങ്ങാട് പറഞ്ഞതിൻ്റെ ഒരു ബാക്കി അല്ലെങ്കിൽ അതിലെ ചെറിയ വാക്കുകൾ എടുത്ത് തന്നെ തുടങ്ങാം. ഭീഷ്മസ്തുതി പറയാനാണ് പറഞ്ഞത്. അതിൻ്റെ മുൻപ് കുന്തിസ്തുതിയിലേക്കൊക്കെ കുറച്ച് പോയിട്ട് അങ്ങോട്ട് പോവാം. ഒരു പണിയും ഇല്ലാത്ത ആൾക്കാരാണ് ഭാഗവതത്തിൻ്റെ മുന്നിലിരിക്കുക. അതന്നെയാണ് ഭാഗവതത്തിൻ്റെ വലിപ്പം. ഒരു പണിയും ഇല്ലാതെ ആവലാണ്, ഒന്നും ചെയ്യാനില്ലാതെ ആവലാണ്, കർമ്മങ്ങൾ ഇല്ലാതെ ആവലാണ്. അങ്ങനത്തെ സുകൃതികൾക്ക് മാത്രം സാധിക്കുന്ന ഒന്നാണ് ഭാഗവതത്തിൻ്റെ മുന്നിൽ വന്നിരിക്കുക എന്നുള്ളത്. ഈ പുണ്യസങ്കേതത്തിൽ വന്നിരിക്കുമ്പോൾ അനവധി ഓർമ്മകൾ 80കളിലും 90കളിലും വരെ ഇവിടെ വന്നിട്ടുള്ള ഓർമ്മകൾ എത്രയെത്ര ഉള്ളിലിങ്ങനെ വന്നിങ്ങനെ നിറയും. ഭാഗവത ഹംസത്തോട് പഴയ ഇല്ലത്തിലിരിക്കുന്ന കുറച്ച് പേരൊക്കെ ഇങ്ങനെ ഒരുമിച്ചിരുന്ന് സംസാരിക്കുമ്പോൾ രസകരമായുള്ള സംഭാഷണങ്ങളുണ്ടാവും അവിടെ. ഒരിക്കൽ പല സംശയങ്ങളുമായിട്ടാണ് പലരും അവിടെ വരിക, അല്ലെങ്കിൽ ഭാഗവതന്മാർ വരെ അദ്ദേഹത്തിൻ്റെ മുന്നിലേക്ക് വരുന്നത് പല സംശയങ്ങളും ചോദിച്ച് മനസ്സിലാക്കി തീർപ്പ് കൽപ്പിച്ചു പോകാനൊക്കെയാണ്. അതിനൊക്കെ സരസമായിട്ടുള്ള മറുപടി, രസകരമായിട്ടുള്ള മറുപടികൾ അനേകം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരിക്കൽ ചോദിച്ചതാണ്, 3-4 പേര് ഞങ്ങൾ കൂടെ ഇരിക്കുന്നുണ്ട്, എങ്ങനെയാണ് ഭാഗവതം പറയേണ്ടത് എന്നൊരു ചോദ്യം. ഒരു സപ്താഹത്തിലാവുമ്പോൾ അതിൽ കുറച്ച് സമയമേ ഉണ്ടാവുള്ളൂ. മൂലപാരായണത്തിൽ നല്ല ശ്രദ്ധ വേണം, അതിനു തന്നെ നല്ലവണ്ണം സമയം പോകും. പിന്നെ ബാക്കിയുള്ള സമയമാണ് പ്രഭാഷണത്തിനുള്ള സമയം. അപ്പോൾ ഇത്രയും ബൃഹത്തായിട്ടുള്ള ആഴമുള്ള ഗൗരവമുള്ള ഒരു ശാസ്ത്രത്തെ എങ്ങനെ പ്രതിപാദിക്കണം 7 ദിവസം കൊണ്ട് എന്നൊരു ചോദ്യം ഉണ്ടായി. അദ്ദേഹം ചിരിച്ചുകൊണ്ട്, മനോഹരമായിട്ടുള്ള ചിരിയാണ് അദ്ദേഹത്തിൻ്റെ, ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അല്ല എല്ലാ പ്രകരണങ്ങളും ഒക്കെ പറയാൻ സാധിക്കുമോ? എല്ലാ കഥകളും പറയാൻ സാധിക്കുമോ? എല്ലാ വാക്കുകളുടെ അർത്ഥവും പറയേണ്ടതല്ലേ എന്നൊക്കെയുള്ള സംശയം. അദ്ദേഹത്തിൻ്റെ വളരെ രസകരമായിട്ടുള്ള ഒരു മറുപടി ഉണ്ടായിട്ടുണ്ട്. എല്ലാം പറയണം, ഒന്നും കൂടുതൽ പറയരുത്, ഒന്നും കുറവും പറയരുത് എന്നാണ് പറഞ്ഞത്. ഒന്നും കൂടുതലും പറയരുത്, ഒന്നും കുറവും പറയരുത് എന്നൊരു മറുപടിയാണ് അദ്ദേഹത്തിൽ നിന്നുണ്ടായത്. ഇങ്ങനെ അനേകം അനുഗ്രഹ ഭാഷണങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്.
ഇത് സാധിക്കുക, അങ്ങനെ പറയാൻ സാധിക്കുക, ഭാഗവതത്തിൻ്റെ ആഴങ്ങളിലേക്ക് എത്തിയ ആചാര്യന്മാർക്ക് എല്ലാം പറയാൻ സാധിക്കുന്ന കാഴ്ചകൾ. എന്നാൽ ഒന്നും കൂടുതൽ പറയാതിരിക്കാനും ഒന്നും കുറവ് പറയാതിരിക്കാനുമുള്ള കഴിവ് ഗുരുവായൂരപ്പൻ്റെ കൂടെ നിൽക്കുന്ന ആചാര്യന്മാരിൽ കണ്ടിട്ടുണ്ട്. അവിടെയൊക്കെ വരുമ്പോൾ നമ്മുടെ വാക്കുകളൊക്കെ വളരെ 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 നിസ്സാരമാണ്, ചെറിയതാണെന്ന് തോന്നിപ്പോവും. ഒരു സത്രമാവുമ്പോഴാണ് കുറച്ചുകൂടി വിചാരം ഭാഗവതത്തിലേക്ക്, ആഴങ്ങളിലേക്ക് കുറച്ചുകൂടി വിചാരം ചെയ്യാൻ സാധിക്കുക സത്രമാവുമ്പോഴാണ്. അതുകൊണ്ട് തന്നെ സത്രം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരേപോലെ മുന്നിൽ വന്നിരിക്കുന്ന ആൾക്കാർ ഭാഗവതത്തിൽ നല്ല അറിവുള്ള ആൾക്കാരാണ് എന്നുള്ള നിർണയത്തോടുകൂടി, തീരുമാനത്തോടു കൂടിയിട്ടാണ് സത്രം ഉണ്ടാവുന്നത്. അല്ലെങ്കിൽ അങ്ങനെയാണ് തുല്യവ്രത തപശീല തുല്യസ്വീയാരിമധ്യമാഹ. അതിൽ സദസ്സിലിരിക്കുന്ന ഒരാൾ വേദിയിലേക്ക് കയറിയിരുന്ന് കുറച്ചു നേരം ഭഗവത് കഥകൾ പറയണു, ബാക്കിയുള്ളവർ കേട്ടിരിക്കണു. അയാൾ കുറച്ചു നേരം പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ആൾ, വേദിയിലിരിക്കുന്ന ആൾ അല്ലെങ്കിൽ സദസ്സിലിരിക്കുന്ന ആൾ വേദിയിലേക്ക് കയറണു, കുറച്ച് ഭാഗവത കഥകൾ പറയണു. ഇതാണ് സത്രത്തിൻ്റെ സ്വഭാവം, അതിൻ്റെ അനുഗ്രഹം. എല്ലാവരും ഒരേപോലെ, അല്ലെങ്കിൽ ഗുരുവായൂരപ്പൻ്റെ സ്വരൂപമായിട്ട്, ഭാഗവതം എന്നുള്ളത് ഗുരുവായൂരപ്പൻ്റെ സ്വരൂപമാണ്. കേൾക്കുന്ന ആൾക്കാരും പറയുന്ന ആൾക്കാരും ഒക്കെ ഗുരുവായൂരപ്പന്മാരായിട്ട് മാറണ ഒരു കാഴ്ച സത്രത്തിൽ കാണാൻ സാധിക്കും. ഇവിടെ അങ്ങനെ ഒരു കാഴ്ചയാണ്. സത്രത്തിലാവുമ്പോൾ കുറച്ചുകൂടിയും ആഴങ്ങളിലേക്ക് പോവാനും സാധിക്കും. അങ്ങനെ ഒരു വിചാരത്തോടു കൂടിയിട്ടാണ് കുറച്ചു നേരം ഭാഗവത പഠനം, അല്ലെങ്കിൽ ഭാഗവത സ്വരൂപിയായുള്ള ഗുരുവായൂരപ്പനെ ഭജിക്കുക എന്നുള്ള രീതിയിൽ കുറച്ച് വാക്കുകൾ പറയണത്. സനാതനധർമ്മം എന്നുള്ളത് ധർമാൻ വക്ഷ്യേ സനാതനാൻ, അല്ലെങ്കിൽ ഭാഗവത ധർമ്മം. ധർമ്മ പ്രോച്ഛിതകൈതവോത്ര പരമോ നിർമ്മത്സരാണാം സതാം വേദ്യം എന്നുള്ള ഭാഗവതത്തിൻ്റെ സന്ദേശം. ഇതേ ധർമ്മത്തിന് വേറൊരു രീതിയിലാണ് 1.25 ലക്ഷം ശ്ലോകങ്ങളോട് കൂടിയിട്ടുള്ള മഹാഭാരതത്തിൽ പറഞ്ഞിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ അതിലാണ് സഹസ്രനാമം, ശ്രീമദ് ഭഗവത്ഗീത, അവിടെ ധർമ്മം എന്നുള്ള വിഷയമാണ് മഹാഭാരതം പ്രധാനമായിട്ടും കൈകാര്യം ചെയ്യണത് എന്നാണ് നിർണയിക്കപ്പെടാറുള്ളത്. ഇന്നത്തെ വിശേഷ ദിവസത്തിൽ രാമഃ വിഗ്രഹവാൻ ധർമ്മഃ എന്ന് പറയുന്ന ഈ ദിവസത്തിൽ, അതിനെ ഉദ്ഘോഷിക്കുന്ന ഒരു ദിവസത്തിൽ ധർമ്മത്തിനെ കുറിച്ചിട്ട് തന്നെയാണ്, അല്ലെങ്കിൽ ഭാഗവത ധർമ്മത്തിനെ കുറിച്ചിട്ട് തന്നെയാണ് നമ്മൾ ചിന്തിക്കേണ്ടി വരുന്നത്. ഇപ്പോൾ ഭാരതത്തിലെ ധർമ്മത്തിൻ്റെ പ്രധാന സ്വരൂപമായിട്ട് നിൽക്കുന്നത് കുറച്ച് പേരുണ്ട്. ശ്രീകൃഷ്ണ ഭഗവാനടക്കം ശ്രീമദ് ഭഗവത്ഗീതയിൽ കൂടിയിട്ട്. അതേപോലെ തന്നെ ധർമ്മത്തിൻ്റെ സ്വരൂപമായിട്ട് ഭാരതത്തിൽ കാണാൻ സാധിക്കുക ഒന്ന് ധർമ്മപുത്രരെയാണ്, പിന്നെ ഒന്ന് ഭീഷ്മ പിതാമഹനെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. ധർമ്മം എന്നുള്ളതിനെ അറിയണ 2 പേര് എന്നാണ് സങ്കല്പിക്കാറുള്ളത്. ഈ 2 പേരെ പ്രധാനമായിട്ടും കാണിച്ചു തരുന്നതാണ്
പ്രഥമസ്കന്ധത്തിലെ 9-ാമത്തെ അധ്യായം. അതിലാണ് ഭീഷ്മസ്തുതി വരുന്നത് എന്നർത്ഥം. മഹാഭാരതം എവിടെ നിർത്തിയോ അവിടെ ഭാഗവതം ആരംഭിക്കണു, അല്ലെങ്കിൽ ഉദയം ചെയ്യണു എന്നാണ് പറയുക. ഭാരതം ധർമ്മത്തിനെ പ്രതിപാദിക്കണു എങ്കിൽ ആ ധർമ്മം കൊണ്ട് ലക്ഷ്യം വയ്ക്കണ ധർമ്മസ്യ ഹ്യാപവർഗീയസ്യ, ആപവർഗീയാണ് ധർമ്മം, മോക്ഷത്തിലേക്കാണ് ധർമ്മം ഉപകരിക്കപ്പെടേണ്ടത്, അല്ലാതെ അർത്ഥകാമങ്ങളിലേക്കല്ല എന്നുള്ള സന്ദേശത്തോടു കൂടിയിട്ടാണ് ഭാഗവതം ആരംഭിക്കുന്നത് തന്നെ. അപ്പോൾ ധർമ്മം എന്നുള്ളതിൻ്റെ പ്രയോഗം ഭാരതത്തിൽ ധാരാളം ഉണ്ടെങ്കിൽ അതിനുശേഷം വരേണ്ട ലക്ഷ്യമായിട്ടുള്ള മോക്ഷം ഭാഗവതത്തിൽ കൂടി പ്രകാശിക്കപ്പെടുന്നു. അല്ലെങ്കിൽ കഥാഭാഗങ്ങൾ ആരംഭിക്കുന്നത് തന്നെ മഹാഭാരതത്തിൻ്റെ അവസാന രംഗങ്ങളിൽ കൂടിയിട്ടാണ് ഭാഗവതം ആരംഭിക്കുന്നത്. മഹാഭാരത യുദ്ധത്തിൻ്റെ അവസാന രംഗം, അവിടെ അശ്വത്ഥാമാവ് രാത്രി ഉറങ്ങിക്കൊണ്ടിരുന്ന പാഞ്ചാലിപുത്രന്മാരെ അതിക്രൂരമായിട്ട് നിഗ്രഹിക്കണു, ധൃഷ്ടദ്യുമ്നനെ നിഗ്രഹിക്കണു. പിന്നീട് ആ കുടീരത്തിന് തീ വെച്ച് പോവുക, അങ്ങനെയൊക്കെയാണ് ഉണ്ടാവുന്നത്. സൈന്യാധിപനായിട്ട് അഭിഷേകം ചെയ്യപ്പെട്ടതിൻ്റെ ശേഷം തുടർന്ന് പിറ്റേ ദിവസം പ്രഭാതമാവുമ്പോൾ ഇത് കേട്ട് വിലപിക്കുന്ന പാഞ്ചാലി അർജുനൻ്റെ പ്രതിജ്ഞ അശ്വത്ഥാമാവിനെ നിഗ്രഹിച്ചതിൻ്റെ ശേഷം കാര്യങ്ങൾ എന്നുള്ള രീതിയിൽ യുദ്ധം, അശ്വത്ഥാമാവിൻ്റെ ബ്രഹ്മാസ്ത്ര പ്രയോഗം, അതിനെ നേരിടാൻ വേണ്ടി അർജുനൻ്റെ ബ്രഹ്മശിരസ് അല്ലെങ്കിൽ ബ്രഹ്മാസ്ത്ര പ്രയോഗം, പിന്നീട് രണ്ടസ്ത്രങ്ങളെയും ഉപസംഹരിക്കാൻ കഴിയാത്ത അറിയാത്ത അശ്വത്ഥാമാവ് പരിങ്ങി നിൽക്കുമ്പോൾ 2 ബ്രഹ്മാസ്ത്രങ്ങളെയും ഉപസംഹരിച്ച് അർജുനൻ അശ്വത്ഥാമാവിനെ കീഴടക്കി സദസ്സിലേക്ക് വലിച്ചഴിച്ചു കൊണ്ടുവരിക. അവിടെ ഭാഗവതത്തിൻ്റെ പ്രകാശം കാണാൻ സാധിക്കും. തൻ്റെ കുട്ടികളെ നിഗ്രഹിച്ച അശ്വത്ഥാമാവിനെ മോചിപ്പിക്കണമെന്ന് പറയണ പാഞ്ചാലിയുടെ വിശാലമായിട്ടുള്ള ഹൃദയം, വാക്കുകൾ, അതിനെ ഏറ്റെടുത്ത് ധർമ്മപുത്രർ, അതിന് വിപരീതമായിട്ട് നിൽക്കുന്ന ഭീമസേനാദികൾ, അവരുടെ ഇടയിലേക്ക് രണ്ടും ശരിയാണ്, 2 വിഭാഗക്കാരും പറയുന്നത് ശരിയാണ് എന്ന് അഭിപ്രായപ്പെടുന്ന ശ്രീകൃഷ്ണ ഭഗവാൻ വേണ്ട വിധത്തിൽ ചെയ്യൂ എന്ന് ഭഗവത്ഗീത എങ്ങനെ ഉപസംഹരിച്ചുവോ അതേപോലെ തന്നെ നല്ലവണ്ണം ആലോചിച്ചത് വേണ്ടത് എന്താന്ന് വെച്ചാൽ തീരുമാനിച്ചു ചെയ്യൂ അർജുന എന്ന് ശ്രീകൃഷ്ണ ഭഗവാൻ പറയുമ്പോൾ അശ്വത്ഥാമാവിനെ അപമാനിച്ച സദസ്സിൽ നിന്ന് അപമാനിച്ചയക്കണ കാഴ്ച. ഇതാണ് കഥാസന്ദർഭം ഭാഗവതത്തിൽ തുടങ്ങുന്നത്. അവിടുന്നാണ് 8-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത് എന്നർത്ഥം. ഈ 8-ാമത്തെ അധ്യായം, പ്രഥമസ്കന്ധത്തിലെ 8-ാമത്തെ അധ്യായം, 9-ാമത്തെ അധ്യായം വളരെ വളരെ പ്രധാനമാണ് എന്നാണ് വ്യാഖ്യാതാക്കൾ പറയാറുള്ളത്. സൂതമഹാശയനോട് കൃഷ്ണാവതാരത്തിൻ്റെ ഉദ്ദേശം എന്താണ് എന്നൊരു ചോദ്യം ചോദിക്കണ ശൗനകാദി മഹർഷിമാർ എന്താണ് കൃഷ്ണാവതാരത്തിൻ്റെ ഉദ്ദേശം എന്നുള്ളതിൻ്റെ മറുപടി അത് പറയാനുള്ള യോഗ്യത എന്നേക്കാൾ കൂടുതൽ ഒരു മുത്തശ്ശിക്കാണ് എന്ന് പറഞ്ഞ് കുന്തിദേവിയുടെ ചിത്രത്തിലേക്ക് ഭാഗവതം 8-ാമത്തെ അധ്യായത്തിൽ കൊണ്ടുപോയിട്ട് വയ്ക്കും. കുന്തിദേവിയുടെ വാക്കുകളിൽ കൂടിയിട്ടാണ് കൃഷ്ണാവതാരത്തിൻ്റെ ഉദ്ദേശം എന്താണ് എന്ന് ഭാഗവതം ആദ്യമായിട്ട് വ്യക്തമായിട്ട് പറയണത് എന്ന് പറയാറുണ്ട്. മഹാഭാരതം അവസാനിക്കണ അവിടെയാണ് ഭാഗവതം തുടങ്ങുന്നത് എന്ന് പറഞ്ഞു. മഹാഭാരതം ഒരു വലിയ പാഠം തരുന്നുണ്ട്. നിങ്ങൾ എന്തൊക്കെ ജീവിതത്തിൽ ചെയ്തു കഴിഞ്ഞാലും, ഏത് അവസ്ഥകളിൽ കൂടിയിട്ട് ചെന്ന് ചുറ്റിത്തിരിഞ്ഞു വന്നാലും
അതിൻ്റെയൊക്കെ അവസാനം ഒരു ദുഃഖമാണ്. ലോകത്തിലെ സകല വിജയങ്ങളും നേടിയതിൻ്റെ ശേഷവും കരച്ചിലുണ്ടാവും എന്ന് കാണിച്ചു തരും ഭാഗവതം അല്ലെങ്കിൽ മഹാഭാരതം. കരച്ചിലാണ് ഉണ്ടാവുന്നത്. മഹാഭാരത യുദ്ധം കഴിഞ്ഞാൽ പിന്നീട് കരച്ചിലാണ് ഉണ്ടാവുന്നത്. എല്ലായിടത്തും കരച്ചിൽ. വിജയിച്ച പാണ്ഡവന്മാരുടെ പക്ഷത്തും കരച്ചിലാണ് ഉണ്ടാവുന്നത്. കാരണം എല്ലാവർക്കും നഷ്ടത്തിൻ്റെ കണക്കുകളാണ് ഉണ്ടാവുന്നത് ജയത്തിലും. ആ കരച്ചിൽ തേ നിനിയോദകം സർവേ വിലപ്യ ച ഭൃശം പുനഃ. കരച്ചിലിൻ്റെ വലിയൊരു കരച്ചിലിൻ്റെ ജാഥ ഉദയക്രിയ ചെയ്യാൻ ഗംഗാതീരത്തേക്ക് പോകുമ്പോൾ ഭാഗവതം അങ്ങനെ കാണിച്ചു തരും. ഇതാണ് എത്രയെത്ര നേട്ടങ്ങൾ നേടിയാലും അതിൻ്റെയൊക്കെ ഒരു അവസാനം ഒരു കരച്ചിലുണ്ടെന്ന്. പക്ഷെ ആ കരച്ചിലല്ല ഭാഗവതത്തിൻ്റെ ചിത്രം. അവിടെയല്ല അവസാനിക്കുന്നത്. അത് മഹാഭാരതം ചിലപ്പോൾ അങ്ങനെ ഒരു കരച്ചിലിൽ കാണിച്ച് അവസാനിപ്പിക്കുമെങ്കിലും ഭാരതത്തിൻ്റെ യഥാർത്ഥമായിട്ടുള്ള ചിത്രം അതല്ല. എങ്കിൽ കൂടെ സാന്ദർഭികമായിട്ടൊരു ചുരുക്കി പറയുമ്പോൾ ഒരു കരച്ചിൽ കാണാൻ സാധിക്കും. തേ നിനിയോദകം സർവേ വിലപ്യ ച ഭൃശം പുനഃ. മഹാഭാരതമായി. ഭാഗവതത്തിലേക്ക് വരുമ്പം അപ്ലുത ഹരിപാദാബ്ജരചപൂതസരിജ്ജലേ. ആനന്ദത്തിൻ്റെ കുളിരിലേക്ക്, ആ ഉർവരതയിലേക്ക്, ഊഷ്മളതയിലേക്ക് നിങ്ങൾക്ക് നാഥനായിട്ട്, നിങ്ങളുടെ കൂടെ, നിങ്ങളുടെ ആളായിട്ട് ഗുരുവായൂരപ്പൻ നിങ്ങളുടെ ഓരോരുത്തരുടെയും കൂടെയുണ്ട് എന്നുള്ള ആനന്ദത്തിൻ്റെ കുളിര് പ്രവാഹം നമ്മളിലേക്ക് നിറച്ചു വയ്ക്കും ഭാഗവതം. അപ്പോൾ കരച്ചിൽ നിൽക്കുന്നർത്ഥം. ഈ ഉറപ്പാണ് ഭാഗവതം തരുന്നത്. ഭാഗവതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ജീവിതത്തിൽ പിന്നെ സങ്കടപ്പെടേണ്ട കാര്യമില്ല. അവിടെ വിഷാദത്തിൻ്റെ, പരാജയത്തിൻ്റെ, വിഷാദത്തിൻ്റെ കണികകൾ ഭാഗവതത്തിൻ്റെ യഥാർത്ഥമായിട്ടുള്ള അർത്ഥത്തിലേക്ക് നിങ്ങൾ ഇറങ്ങിയിട്ടുണ്ടോ? ഉണ്ടാവില്ല നിങ്ങളുടെ ജീവിതത്തിൽ. കലഹത്തിൻ്റെ, വേദനയുടെ, ദുഃഖത്തിൻ്റെ അവസ്ഥകൾ വന്നിരിക്കണ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല എന്നർത്ഥം. ഈ ഉറപ്പാണ് ഭാഗവതം തരുന്നത്. ആ ഉറപ്പ് കാണിച്ചു തരുന്നത് ഇവരൊക്കെ കരഞ്ഞുകൊണ്ട് ഉദയക്രിയ ചെയ്യാൻ വേണ്ടി ഗംഗയിലേക്ക്, ഗംഗയുടെ കുളിരിലേക്ക് പോയിട്ട് മുങ്ങണ. ഗംഗ എന്ന് പറയുന്നതിന് പകരം അപ്ലുത ഹരിപാദാബ്ജരചപൂതസരിജ്ജലേ എന്നുള്ള പ്രയോഗം ഭാഗവതം കൊണ്ടുവയ്ക്കും. എന്താ ഗംഗയ്ക്ക് ഇത്ര ആനന്ദം തരാനുള്ള കഴിവ് എന്ന് ചോദിച്ചാൽ അത് ഭഗവത് പാദത്തെ ബ്രഹ്മദേവൻ ഒരവസരം വന്നപ്പോൾ തൻ്റെ കമണ്ഡലുവിലുള്ള ജലം കൊണ്ട് ഭഗവത് പാദത്തെ അഭിഷേകം ചെയ്തപ്പോൾ ഭഗവത് പാദത്തിൻ്റെ പാദമൂലത്തിൽ പറ്റിപ്പിടിച്ച് കിടന്ന രാധാദിദേവിമാരുടെ മാറിലണിഞ്ഞ കുങ്കുമ തരികളുടെ ചുവപ്പ് ആ പാദ മൂലത്തിൽ നിന്ന് ബ്രഹ്മദേവൻ അഭിഷേകം ചെയ്തപ്പോൾ ഈ കുങ്കുമത്തരികൾ കൂടി ആ പാദതീർത്ഥത്തിലേക്ക് അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. പിന്നീട് അവരിലേക്ക് ഗുരുനാഥന്മാരുടെ വാക്കുകൾ ഇറങ്ങിച്ചെന്നതോടുകൂടി ആശ്വാസത്തോടു കൂടിയിട്ടാണ് എല്ലാവരും ഗംഗാതീരത്ത് നിന്ന് മടങ്ങിയത് എന്നർത്ഥം. ഭഗവാൻ അനേക ദിവസം ആയി ദ്വാരകയിൽ നിന്ന് വന്നിട്ട് തിരിച്ചു പോകാൻ വേണ്ടി രഥത്തിൽ കയറി ആസനസ്ഥനായി എന്നുള്ള രീതിയിൽ നിൽക്കുന്നു. അവിടേക്കാണ് ഉത്തരാദേവി ആ പാദാരവിന്ദത്തിലേക്ക് വന്ന്, മനോഹരമായിട്ടുള്ള പാദാരവിന്ദത്തിലേക്ക് വന്ന് വീഴുന്നത്. അശ്വത്ഥാമാവിൻ്റെ ബ്രഹ്മാസ്ത്രം തൻ്റെ നേരെ വന്ന് തന്നെ ഇതാ ദഹിപ്പിച്ച്
ഭസ്മമാക്കിക്കളയും എന്നുള്ള അവസ്ഥയിൽ വന്ന് വീഴുന്നു. പാഹി പാഹി മഹായോഗിൻ ദേവദേവ ജഗൽപദേ നാന്യം ത്വദഭയം പശ്യേ എത്ര മൃത്യു പരസ്പരം. ആ ഉത്തരാദേവിയെ ഒന്ന് കാരുണ്യത്തോടു കൂടി നോക്കി. എന്താ ഉത്തരാദേവി പറഞ്ഞത്? ഞാൻ ഇല്ലാതെയായിപ്പോയാലും സാരമില്ല, ഉദരത്തിൽ കിടക്കുന്ന ശിശു രക്ഷപ്പെടണം എന്നുള്ള ഒരു അമ്മയുടെ പ്രാർത്ഥന. അങ്ങനെ സ്വന്തം ഉദരത്തിൽ ഉള്ള കുഞ്ഞിനോടുള്ള അമ്മയുടെ ഇഷ്ടം അല്ലെങ്കിൽ വാത്സല്യം, ആ വാത്സല്യത്തിലേക്ക് താനും ഉത്തരയുടെ ഒരു കുഞ്ഞായിട്ട് ജനിക്കണം, അല്ലെങ്കിൽ അതിനുള്ള ആഗ്രഹം പരബ്രഹ്മത്തിനുണ്ട് എന്നുള്ള രീതിയിലാണ് ഇങ്ങനെയുള്ള ഒരു അമ്മയുടെ ഉണ്ണിയായിട്ട് ജനിക്കാനുള്ള ഭാഗ്യം തനിക്ക് കൂടി ഉണ്ടാവണം എന്നുള്ള രീതിയിലാണ് ഭഗവാൻ ഉത്തരാഗർഭത്തിലേക്ക് ഒരു ചെറിയ സ്വരൂപമെടുത്തിട്ട് ഉത്തരാഗർഭത്തിലേക്ക് എത്തി ആ ഉണ്ണിയെ രക്ഷിക്കണത്. കുറച്ച് സമയം അവിടെ വെച്ച് ആ അശ്വത്ഥാമാവിൻ്റെ ബ്രഹ്മാസ്ത്രത്തെ മടക്കി അല്ലെങ്കിൽ തടുത്ത് മടക്കി ഇല്ലാതെയാക്കി അയക്കണു. പാണ്ഡവന്മാരിലേക്ക് വന്ന ബ്രഹ്മാസ്ത്രങ്ങളെ സുദർശനേന സ്വാസ്ത്രേണ, സുദർശന ചക്രം കൊണ്ട് എന്നും പറയാം, അല്ലെങ്കിൽ ഭഗവാന്റെ ഒരു നോട്ടം കൊണ്ട് തന്നെ പാണ്ഡവന്മാരിലേക്ക് വന്ന ബ്രഹ്മാസ്ത്രം ഇല്ലാതെയായിട്ട് തീരണം. വീണ്ടും ദ്വാരകയിലേക്ക് പോകാൻ വേണ്ടി പുറപ്പെട്ടു നിൽക്കുമ്പോഴാണ് ഉത്തരയുടെ രക്ഷ ഇതാ കഴിഞ്ഞിരിക്കണു, തിരിച്ചു പോവാം എന്ന് ഉള്ള രീതിയിൽ പ്രയാണാഭിമുഖം കൃഷ്ണമിതമാഹ പ്രധാസതി. കുന്തിദേവി ആ സദസ്സിലേക്ക്, കുന്തിദേവിയുടെ അല്ലെങ്കിൽ ഉത്തരയുടെ, കുന്തിദേവിയുടെ, പാഞ്ചാലിയുടെ ഒക്കെ കഥകളിലേക്ക് പോയാൽ കൃഷ്ണപ്രേമത്തിൻ്റെ ഒരു വലിയ ദൃശ്യങ്ങൾ അവിടെ കാണാൻ സാധിക്കും. ഇവിടെയും കുന്തിദേവി ഒരു ഭാഗത്ത് പാഞ്ചാലിയെ കൂട്ടി അല്ലെങ്കിൽ പാഞ്ചാലിയുടെ കൈകളിലേക്ക് ഏൽപ്പിച്ച്, മറുഭാഗത്ത് വേണമെങ്കിൽ സുഭദ്രയുടെ കൈകളെ ഏറ്റെടുത്തുകൊണ്ട് ആ അമ്മമാരുടെ കൂടെ ഉത്തരയിലേക്ക് ഏതുവിധം കൃഷ്ണപ്രേമം നിറഞ്ഞിട്ടുണ്ടോ അത് ഇവരിൽ കൂടിയിട്ടാണ്, പാഞ്ചാലിയിൽ കൂടിയിട്ടും സുഭദ്രയിൽ കൂടിയിട്ടും കുന്തിദേവിയിൽ കൂടിയിട്ടുമാണ് ഭഗവാനെ ആശ്രയിക്കാനുള്ള ബുദ്ധി ആ വിരാട രാജ്യത്തിൽ നിന്ന് ഇവിടേക്ക് വന്ന കുട്ടിയിലേക്ക് ഉണ്ടായത്. അതിങ്ങനെ വളർന്നു വന്നതുകൊണ്ടാണ് ബാക്കിയുള്ളവരെ ആശ്രയിക്കാതെ ഭഗവാനെ ആശ്രയിക്കാനുള്ളൊരു ബുദ്ധി ഉത്തരാദേവിക്ക് ഉണ്ടായതെങ്കിൽ ആ പ്രേമ ഭണ്ഡാരങ്ങൾ ആയിട്ടുള്ള അമ്മമാർ, അതിൽ പ്രധാനമായിട്ട് കുന്തിദേവി സുഭദ്രയുടെയും പാഞ്ചാലിയുടെയൊക്കെ കൈകൾ പിടിച്ചിട്ടാണ് ഭഗവാനിലേക്ക് വന്ന് നമസ്കരിക്കണത്. നമസ്യേ പുരുഷം ത്വാദ്യമീശ്വരം പ്രകൃതേ പരം. ആരാണ് ഭഗവാൻ എന്ന് അറിയാത്ത ഒരു ആളല്ല താൻ. ഇത് പരബ്രഹ്മം തന്നെയാണ്, ഈശ്വരനാണ്, പരമ സാക്ഷിയാണ്, കാരണസ്വരൂപനാണ്. എന്നാൽ പലവിധ വേഷങ്ങളെടുത്ത് ബാക്കിയുള്ളവരെയൊക്കെ മോഹിപ്പിച്ചിട്ട് അവതാരലീലകളെ ഏറ്റെടുത്ത് കളിയാടണ ശ്രീകൃഷ്ണ ഭഗവാനായിട്ട് വിളയാടിക്കൊണ്ടിരിക്കുന്ന പരബ്രഹ്മസ്വരൂപിയാണ് എന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് കുന്തിദേവി നമസ്കരിക്കുന്നത്. തഥാ പരമഹംസാനാം മുനീനാം അമലാത്മനാം ഭക്തിയോഗവിധാനാർത്ഥം കഥം പശ്യേമഹി സ്ത്രീയാം. ഗുരുവായൂരപ്പനെ അറിയാൻ കഴിയണ ആൾക്കാർ വല്ലവരും ഉണ്ടോ? പരമഹംസന്മാർ വരെ, വേദമന്ത്രങ്ങൾ വരെ അറിയില്ല എന്ന് പറഞ്ഞ് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന അവർക്കൊക്കെ മൃഗീയമായിട്ടുള്ള അന്വേഷണ വസ്തുവായിട്ടുള്ള ആളാണ് ഗുരുവായൂരപ്പൻ. അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്, അവരെത്തിപ്പെടുന്നില്ല പരബ്രഹ്മത്തിലേക്ക്. അപ്പോൾ അങ്ങനെയുള്ള ഭഗവാനെ ഞാനെങ്ങനെയാണ് ഏറ്റെടുക്കുക എന്ന് പറയുമ്പോൾ ഭാഗവതം പറയും, എന്താ ഏറ്റെടുക്കാൻ, എന്താ വിഷമം? നമ്മുടെ കൂടെയുള്ള ആളല്ലേ ഗുരുവായൂരപ്പൻ. നമ്മുടെ ഒരു ബന്ധുവായിട്ട്, നമ്മുടെ ഗുരുനാഥനായിട്ട്, ബന്ധുവായിട്ട്, ഇഷ്ടക്കാരനായിട്ട്, സുഹൃത്തായിട്ട്, ഈശ്വരനായിട്ട്
പേരക്കുട്ടിയായിട്ട് ഒക്കെ ഇറങ്ങി വരാനിങ്ങനെ തിടുക്കം കാണിക്കണ ഉണ്ണിഗണപതിയുടെ മടിയിലിരുന്ന് കൗതുകത്തോടു കൂടി നോക്കി, ഞാൻ ഇതേപോലെ നിങ്ങളുടെ മടിയിലേക്കും കയറിയിരിക്കണ്ടേ, ഒന്ന് വിളിക്കൂ എന്നെ എന്നുള്ള രീതിയിൽ നമ്മളെ നോക്കുന്ന ആളാണ് ഗുരുവായൂരപ്പൻ. കുന്തിദേവി പറയുന്നു, അങ്ങനെയുള്ളൊരു ഗുരുവായൂരപ്പനെ എനിക്കറിയാം. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ. എൻ്റെ ഗുരുവായൂരപ്പൻ എന്നല്ലേ നമ്മൾ പറയാറ്? അടുത്തുള്ള ഇരിക്കുന്ന ആളുടെ ഗുരുവായൂരപ്പൻ എന്ന് പറയാറുണ്ടോ? എൻ്റെ ഗുരുവായൂരപ്പനാണ്, നമുക്ക് സ്വന്തമായിട്ടുള്ള ആളാണ്. ആ ഗുരുവായൂരപ്പൻ എൻ്റെ അടുത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓടി വരുന്നുണ്ട്. എന്നോട് എന്തെങ്കിലും ആവശ്യമുണ്ടോ ചോദിക്കുന്നുണ്ട്. എന്നോട് പലതും കൈനീട്ടി ചോദിക്കാറുണ്ട്. ഒരു പൊട്ടുകോണകം തരൂ, ഒരു കദളിപ്പഴം തരൂ എന്നൊക്കെ ചോദിക്കുന്ന ഒരു ഗുരുവായൂരപ്പൻ, സ്വന്തം ഗുരുവായൂരപ്പൻ. ആ ഗുരുവായൂരപ്പനെ എനിക്കറിയാം. ഇത് നമുക്കൊക്കെ അറിയണതാണ്. അത് വിട്ടുപോകുമ്പോഴാണ് കുറേ ദൂരത്ത് നിൽക്കണതേ ഗുരുവായൂരപ്പൻ. നമ്മുടെ കൂടെ നിൽക്കുന്ന ആളാണ് എന്ന് വരുമ്പം അന്യനല്ല ഗുരുവായൂരപ്പൻ, നമ്മുടെ സ്വന്തം ആളാണ്. അത് ഉറപ്പിക്കും ഭാഗവതം. അപ്പോഴെന്താ, നമ്മുടെ ജീവിതത്തിലെ ഓരോ സന്ദർഭങ്ങളും ഓരോരുത്തരും അവരവരുടെ ജീവിതത്തിലെ പിന്നാമ്പുറങ്ങളിലേക്ക് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും എവിടെയൊക്കെയാണ് ഗുരുവായൂരപ്പൻ വന്നത് ജീവിതത്തിൽ. നമ്മൾ മറന്നു പോകണ്ട്. നമ്മളെ രക്ഷിച്ചെടുത്തത്, നമുക്ക് ആശ്വാസം തന്നത്, നമ്മളിലേക്ക് പുഞ്ചിരി നിറച്ചത് ആരാണ് എന്ന് ആലോചിച്ച് നോക്കിയാൽ, പിന്നോക്കം തിരിഞ്ഞു നോക്കിയാൽ ജീവിതത്തിൻ്റെ പരീക്ഷണഘട്ടത്തിൽ മുഴുവൻ നമ്മളെ കൂടെ നിന്ന് അനുഗ്രഹിച്ച് ആശ്വസിപ്പിച്ച് പുഞ്ചിരിക്കാൻ ഇപ്പോഴും നമ്മളെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെ സ്വന്തം ഗുരുവായൂരപ്പനാണ്. അപ്പോൾ കുന്തിദേവി നോക്കുമ്പോൾ ജീവിതത്തിൽ മുഴുവൻ പല സന്ദർഭങ്ങൾ, കുന്തിദേവിയുടെ ജീവിത സന്ദർഭങ്ങൾ എന്ന് പറഞ്ഞാൽ വിഷാന്മഹാഗ്നേ പുരുഷാദ ദർശനാദ് അസൽസഭായ വനവാസകൃശ്രത മൃധേനേക മഹാരഥാസ്ത്രതോ ദ്രൗണ്യസ്ത്രതശ്ചാസ്മ ഹരേഭിരക്ഷിതാഹ. എപ്പോഴാണ് ഗുരുവായൂരപ്പൻ സ്വന്തം ആളായിട്ട് തോന്നിയത് എന്ന് ചോദിച്ചാൽ, കഷ്ടപ്പെടുന്ന സമയത്താണ് കൂടുതൽ ഭംഗിയായിട്ട് എൻ്റെ ഗുരുവായൂരപ്പ എന്ന് വിളിച്ചതേ. അപ്പോഴാണ് പൊൻചിലമ്പും കിലുക്കിക്കൊണ്ട് അടുത്തേക്ക് ഓടി വന്നത്. കുന്തിദേവിക്ക് ഇഷ്ടം പോലെ അനുഭവമാണ്. അപ്പോൾ നോക്കുമ്പോഴെന്താ, അതൊക്കെ പുറത്തുനിന്ന് നോക്കുമ്പം അപകടത്തിൻ്റെ അവസ്ഥകളാണ്. എന്നാൽ ഗുരുവായൂരപ്പൻ്റെ സാന്നിധ്യം കൊണ്ട് തന്നെ അവയൊക്കെ അനുഗ്രഹങ്ങളായിട്ട് മാറിത്തീർന്നിട്ടുണ്ട് അല്ലേ? നേരത്തെ പറഞ്ഞു, ഏത് കഥകളെടുത്താലും ദുഷ്ടനാണ് എന്ന് തോന്നുമ്പോഴും അത് മനോഹരമാക്കിയിട്ട് ദദർശചക്രായുധമഗ്രതോ എന്നുള്ള ശ്ലോകം വായിച്ച് ആനന്ദത്തിൽ ഇരുന്ന ആചാര്യന്മാരുണ്ട്. കംസവധത്തിൻ്റെ ദൃശ്യത്തിൽ കംസവധം പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ആ ശ്ലോകം കണ്ട് ചൊല്ലുമ്പോൾ അവിടെ അങ്ങനെ ആനന്ദക്കണ്ണീര് പൊഴിച്ച് ഭാഗവതാചാര്യൻ വൈശ്രവണത്തിൽ രാമൻ നമ്പൂതിരിയൊക്കെ ആ ശ്ലോകം വായിച്ച് ആനന്ദത്തിൽ കുതിർന്ന് ഇങ്ങനെ ഇരിക്കുന്ന കാഴ്ചയുണ്ട് കംസവധം വായിച്ച്. ഇതാണ് ഭാഗവതത്തിൻ്റെ ആർദ്രത. അപ്പോൾ ജീവിതം എന്നുള്ളത് അനുഗ്രഹമാക്കിയിട്ട് ഓരോ സന്ദർഭവും അനുഗ്രഹമായിട്ട് വരുന്ന കാഴ്ച. അതുകൊണ്ട് അങ്ങനെയുള്ള സന്ദർഭങ്ങൾ ഗുരുവായൂരപ്പനെ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുന്ന സന്ദർഭങ്ങൾ അസുഖകരമാണ് എന്ന് പുറമേ നിന്ന് തോന്നുമെങ്കിലും അത് സുഖമാണ് എന്നുള്ള തിരിച്ചറിവ്, പക്വത കുന്തിദേവിയിൽ ഉണ്ടായതുപോലെയാണ് നമ്മളും. തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് ഈ പാഠം കിട്ടും. വിപതസ്സന്തു നശ്വൽ. അപ്പോൾ പ്രാർത്ഥിക്കും, ഗുരുവായൂരപ്പനെ കൊണ്ടുവരുന്ന സന്ദർഭങ്ങൾ ജീവിതത്തിൽ ഉണ്ടായി വരണേ എന്ന് പ്രാർത്ഥിക്കണം. കുന്തിദേവി കണ്ട ഭഗവത് ദൃശ്യങ്ങൾ എത്ര
ആ യശോദയുടെ കയറിൽ കുരുങ്ങി നിൽക്കണ ഭഗവാന്റെ ചിത്രം തൊട്ടിങ്ങനെ കുന്തിദേവി പറഞ്ഞിട്ടാണ് കുന്തിദേവിയുടെ സ്തുതിയിലേക്ക്. കുന്തിദേവി പറയും, ഈ നോട്ടത്തിൻ്റെ ഭംഗി, ഈ പാദാരവിന്ദ ചിഹ്നങ്ങൾ ഓരോ സ്ഥലത്തിലും പതിയുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി എന്നൊക്കെയാണ് കുന്തിദേവി പറയുന്നത്. നടക്കാൻ പോകുമ്പം ഈ ഹസ്തിനാപുരത്തിൽ ഇന്ദ്രപ്രസ്ഥത്തിൽ നടക്കാൻ പോകുമ്പോൾ ഇടയ്ക്ക് കൃഷ്ണ എൻ്റെ കൂടെ ഒന്ന് വരൂ എന്ന് പറഞ്ഞ് കുന്തിദേവിയുടെ കൂടെ സായാഹ്ന സവാരിക്ക് നടത്തത്തിന് ഗുരുവായൂരപ്പനും കൂടി ഒരു കയ്യെ പിടിച്ചിട്ട് പോകുന്ന ഒരു കാഴ്ചയുണ്ട്. കുന്തിദേവി പറയും, ഒന്ന് അങ്ങോട്ടൊന്ന് നോക്കൂ എന്നാണ്, ഒരു വൃക്ഷത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ഭൂമിയിലേക്കൊന്ന് നോക്കൂ കൃഷ്ണ എന്ന് പറഞ്ഞ് കുന്തിദേവി എന്തിനാ അമ്മയെ അങ്ങോട്ട് നോക്കണത്? ഏയ് അങ്ങനെയൊന്നും ചോദ്യമൊന്നുമില്ല, ഞാൻ പറഞ്ഞ സ്ഥലത്തേക്ക് നോക്കിയാൽ മതി എന്നാണ്. കുന്തിദേവി പറയണ സ്ഥലത്തേക്ക് നോക്കും ഭഗവാൻ. ആ നോക്കുന്ന ഭഗവാന്റെ നോട്ടം വീഴുന്നതോടുകൂടി ഇമേ ജനപതാ ശ്രദ്ധ സുപക്വൗഷധി വീരുധ വനാദ്രിനദ്യുതൻ വന്തോ ഹ്യേധന്തേ തവ വീക്ഷിതൈ. എന്തിനാ കുന്തിദേവി നോക്കാൻ പറയണത്? ഭഗവാന്റെ നോട്ടം കടാക്ഷം കിട്ടുന്നതോടുകൂടി അവിടെയുള്ള വൃക്ഷലതാദികൾ പൂത്തു തളിർത്ത് ഫലങ്ങളും അതേപോലെ പൂക്കുലകളുമായിട്ട് വിരിഞ്ഞു നിൽക്കുന്ന കാഴ്ച. ഭഗവാന്റെ പാദസ്പർശം ത്വൽപദൈരംഗിതാഭാതി സ്വലക്ഷണ വിലക്ഷിതൈ. ഭഗവാന്റെ പാദാരവിന്ദ ഇവിടേക്കൊന്ന് ആ പാദം എടുത്ത് വയ്ക്കൂ കൃഷ്ണ എന്ന് പറയുമ്പോൾ അവിടെ പാദം വയ്ക്കും. കാരണം എന്താ? വയ്ക്കുന്നതോടുകൂടി സമ്പൽ സമൃദ്ധമായിട്ട് ആ ഭൂമി മാറിത്തീരണ കാഴ്ച കുന്തിദേവി കണ്ടിട്ടുണ്ട്. ഇങ്ങനെ സ്തുതിച്ച് കുന്തിദേവി നമസ്കരിക്കണ സ്തുതി, ആ സ്തുതിയിലേക്ക് ഭഗവാന്റെ വാക്കുകൾ വരെ ഉണ്ടാവണില്ല എന്നാണ്. ഒന്ന് പുഞ്ചിരിക്കുക, ഒരു മന്ദസ്മിതം ഭഗവാനിൽ നിന്നുണ്ടാവും. കാരണം നന്നായിട്ടോ സ്തുതി എന്ന് പറഞ്ഞാൽ കുന്തിദേവി അലിഞ്ഞ് ഇല്ലാതെയാവും ആ ഭക്തിയിൽ. അവിടെ കുന്തിദേവി കുറച്ചു കാലം കൂടി പാണ്ഡവന്മാരുടെ കൂടെ ഹസ്തിനപുരത്തിൽ ഉണ്ടാവണം എന്നുള്ള ഭഗവത് സങ്കല്പം, അതുകൊണ്ടൊരു മന്ദസ്മിതം. ആ മന്ദസ്മിതത്തിലേക്കാണ് മായ എന്നുള്ള ഭഗവാന്റെ മന്ദസ്മിതമാണ് മായ എന്ന് പറയും. ആ മായയിലേക്ക് വീണ്ടും ഒന്ന് ചേർത്തിരുത്തും കുന്തിദേവിയെ. അങ്ങനെയാണ് അവിടെ സമർപ്പിതമായിട്ട് തീരുന്നത്. വീണ്ടും ദ്വാരകയിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി പുറപ്പെടുമ്പോഴാണ് ധർമ്മപുത്രർ ഭഗവാനെ ആശ്രയിക്കുന്നത്. കരഞ്ഞുകൊണ്ടാണ് ആശ്രയിക്കുന്നത്. നേരത്തെ പറഞ്ഞു ധർമ്മത്തിൻ്റെ ഒരു സ്വരൂപമാണ് ധർമ്മപുത്രർ എന്ന് പറഞ്ഞു. നല്ലവണ്ണം ധർമ്മം അറിയാം. ഇതേപോലെയാണ് ഭീഷ്മർ. രണ്ട് കഥാപാത്രങ്ങൾ, ധർമ്മത്തിൻ്റെ രീതികളെക്കുറിച്ച് അറിയണ രണ്ട് കഥാപാത്രങ്ങൾ ഭീഷ്മരും അതേപോലെ ധർമ്മപുത്രരും. ധർമ്മപുത്രരിൽ നിന്ന് തുടങ്ങി ഭീഷ്മരിലേക്ക് സമർപ്പിതാവുകയാണ് ചെയ്യുന്നത്. ധർമ്മപുത്രന് എന്താ പറയേണ്ടത്? ആകെ കൂടി പരിഭ്രമം, എല്ലാവരും കരയണതിൻ്റെ കാരണക്കാരൻ ഞാനാണ് എന്നുള്ള ഒരു വിപരീതമായുള്ള സങ്കല്പം. അല്ല, യാഗാദികൾ അങ്ങ് പാപിയല്ല, യാഗാദികളൊക്കെ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഭഗവാൻ വരെ ഉപദേശിച്ച് കഴിഞ്ഞിട്ടും സമാധാനമാവണില്ല, സ്വസ്ഥാവണില്ല ധർമ്മപുത്രരുടെ മനസ്സ്. ഞാൻ പാപിയാണ്, ഞാൻ പാപം ചെയ്തു എന്നാണ്. യാഗം ചെയ്യുമ്പോഴും കൂടുതൽ പാപത്തിലേക്ക് വരികയാണ് ചെയ്യണത് എന്നുള്ളതാണ് പറയണത്. യഥാ പങ്കേന പങ്കാംഭ സുരയാവാ സുരാകൃതം എന്നൊക്കെയുള്ള രീതിയിൽ യാഗത്തിൽ തന്നെ അനേകം പാപങ്ങൾ ചെയ്തു കൂട്ടണില്ലേ എന്ന് വരെ ചോദിക്കുന്നുണ്ട് ധർമ്മപുത്രൻ. ഭഗവാന്റെ ഉപദേശം വരെ വിഫലമായിട്ട് തീരേണ്ട ഒരു കാഴ്ച അങ്ങയ്ക്ക്. എന്നാൽ ഭീഷ്മപിതാമഹൻ പറഞ്ഞാൽ ബോധ്യാവുമോ എന്ന് ചോദിക്കുമ്പോഴാണ് ബോധ്യാവും എന്ന് പറയുന്നത്. കാരണം എന്താ? ഭീഷ്മരുടെ മാഹാത്മ്യം നല്ലവണ്ണം ധർമ്മപുത്രർക്ക് അറിയാം. എന്നാ പോവുക എന്ന് പറഞ്ഞിട്ടാണ് കുരുക്ഷേത്ര ഭൂമിയിലേക്ക് എല്ലാവരും കൂടി വീണ്ടും, എല്ലാവരും എന്ന് പറഞ്ഞാൽ പാണ്ഡവന്മാരുണ്ട്, അതേപോലെ തന്നെ മഹർഷിമാർ, ഋഷീശ്വരന്മാർ, ശിഷ്യഗണങ്ങളോടുകൂടി സിദ്ധന്മാർ, മുനീശ്വരന്മാർ, ഭക്തന്മാർ ഭഗവാൻ ധർമ്മപുത്രരുടെ കയ്യും പിടിച്ചിട്ട് കുരുക്ഷേത്ര യുദ്ധഭൂമിയിലേക്ക് പോകുന്ന ഒരു കാഴ്ച. ഇത് നടന്നത് ഏകദേശം ഒരു 2 മാസം. മഹാഭാരത യുദ്ധം 18 ദിവസമാണ് ഉണ്ടായത്. അതും കഴിഞ്ഞിട്ട് 54 എന്നൊക്കെയുള്ള കണക്കാണ് പറയാറുള്ളത്. 54 ദിവസം, 62 ദിവസം എന്നൊക്കെയുള്ള രീതിയിലുള്ള കണക്കുകളൊക്കെയാണുള്ളത്.
അത്രയും, അല്ലെങ്കിൽ ഏകദേശം ഒരു 2 മാസം, യുദ്ധം കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞിട്ടാണ് ഈ സംഭവം നടക്കുന്നത്. നോക്കൂ, അന്നേക്ക് ഈ കുരുക്ഷേത്ര യുദ്ധഭൂമി ഇത്ര ദിവസം കഴിയുമ്പോൾ എന്തൊരു സ്ഥിതിയിൽ ആയിരിക്കും. 18 അക്ഷൗഹിണികൾ നാമാവശേഷമായിട്ടുണ്ട്. എത്ര ആനകൾ ചത്തത്, അതേപോലെ കുതിരകൾ, ഭടന്മാരെത്രയാണ് മരിച്ചത്, അനേകം പേര് മരിച്ചിട്ടുണ്ട്. പല രീതിയിലാണ് പലരും വധിക്കപ്പെട്ടത്, 2 പക്ഷത്തുള്ള ആൾക്കാർ. അവരുടെയൊക്കെ ശരീരാദികൾ ദിവസവും നീക്കം ചെയ്യുമെങ്കിലും മുഴുവനായിട്ടൊന്നും നീക്കം ചെയ്യപ്പെടാൻ, യുദ്ധഭൂമിയിൽ നിന്ന് ദിവസവും നീക്കം ചെയ്യപ്പെടുമെങ്കിലും മുഴുവനൊന്നും ആവില്ല. അപ്പോൾ ഇത്രയും ആൾക്കാരുടെ ശരീരാവശിഷ്ടങ്ങൾ, ഈ കുതിരയും മാനയും ഇവയൊക്കെ ഇങ്ങനെ അവയുടെയൊക്കെ ശരീരങ്ങൾ ജീർണിച്ച അവസ്ഥയിലേക്ക്, ഇവയിലേക്ക് വരുന്ന കഴുകന്മാർ, കുറുക്കന്മാർ, കുറുനരികൾ, ബാക്കിയുള്ള ക്ഷുദ്രമൃഗങ്ങൾ, ദുർഗന്ധപൂരിതമായിട്ടുള്ള അവസ്ഥ, സാധാരണ രീതിയിൽ ഭയാനകമായിട്ടുള്ള അവസ്ഥയാണ് കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ ഇത്രയും ദിവസം കഴിഞ്ഞപ്പോൾ ഉണ്ടാവേണ്ടത്. ചീഞ്ഞ് ദുർഗന്ധപൂരിതമായിട്ടുള്ള യുദ്ധഭൂമി, ഭയാനകമായിട്ടുള്ള അവസ്ഥ. അവിടെയാണ് ഉത്തരായണത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് ഭീഷ്മപിതാമഹൻ അപ്പോഴും ശരശയ്യയിൽ കിടക്കണം. ശരശയ്യ എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും ചിത്രങ്ങളിലൊക്കെ ഇങ്ങനെ ഭംഗിയായിട്ട് അടുക്കി അടുക്കി വെച്ച ശരങ്ങൾ പോലെയുള്ള മെത്ത, ശരീരത്തിൽ മുഴുവൻ അസ്ത്രാദികൾ വന്ന് തറച്ച് പല രീതിയിൽ കുത്തി അസ്ത്രങ്ങൾ ശരീരത്തിൽ മുഴുവൻ നിറഞ്ഞ് രഥത്തിൽ നിന്ന് 10ാമത്തെ ദിവസം താഴെ വീണപ്പോൾ ആ അസ്ത്രങ്ങളുടെ മുകളിലായി കിടപ്പതെന്ന് മാത്രം, അല്ലാതെ കിടക്കയായിട്ട് അസ്ത്രങ്ങൾ ഉണ്ടാക്കിയതല്ല. എത്ര ദുസ്സഹമായിരിക്കും, വേദനാജനകമായിരിക്കും അവസ്ഥ. ഭീഷ്മപിതാമഹൻ്റെ ശരീരത്തിൽ മുഴുവൻ ശരങ്ങളാണ് വന്ന് നിറഞ്ഞു നിൽക്കുന്നത്, മുറിവുകൾ ധാരാളം. ദിവസവും ധർമ്മപുത്രാദികൾ പരിചരിക്കാനുള്ളതും ഭക്ഷണങ്ങളും ഒക്കെ ഇങ്ങോട്ട് കൊണ്ടുവരണമെങ്കിലും അതിലൊന്നും വലിയ ഇതിനെയൊന്നും ഇല്ലാതെയാക്കാൻ പറ്റുന്ന രീതിയിലല്ല, ഈ വേദനകളെയൊന്നും ഇല്ലാതെയാക്കാൻ പറ്റുന്ന രീതിയിലല്ല അവയുടെ ശുശ്രൂഷകളൊക്കെ. ഭയാനകമായുള്ള അവസ്ഥ. എത്ര വയസ്സായി എന്നറിയില്ല. നോക്കൂ, ഓരോരുത്തരുടെയും വയസ്സൊക്കെ ചരിത്രകാരന്മാർ നിർണയിച്ചിട്ടുണ്ട്. ഭീഷ്മപിതാമഹൻ എത്ര വയസ്സായിരിക്കും, ശ്രീകൃഷ്ണ ഭഗവാൻ എത്ര വയസ്സായിരിക്കും, ധർമ്മപുത്രൻ എത്ര വയസ്സായിരിക്കും, മഹാഭാരത യുദ്ധം നടക്കുമ്പോൾ അതിലേക്കൊന്നും പോകണ്ട. പക്ഷെ നല്ല വയസ്സായിരിക്കും ഭീഷ്മപിതാമഹന്. ഇവരുടെയൊക്കെ തലമുറകൾ മുന്നേയുള്ള ആളാണ്. എത്ര വയസ്സായി എന്നറിയില്ല. ഇങ്ങനത്തെ ദുസ്സഹമായിട്ടുള്ള സ്ഥിതിയിലാണ് കിടപ്പ്. വേറെ ആരും ഇല്ല അടുത്തൊന്നും. ഉള്ളത് ഈ ഇവരുടെ ശബ്ദ, കുറുനരികൾ, കുറുക്കന്മാർ, കഴുകന്മാരുടെയൊക്കെ സഹവർത്തിത്വമാണ് ഉണ്ടാവേണ്ടത്. അങ്ങനെയുള്ള യുദ്ധഭൂമിയിൽ വയസ്സായിട്ടുള്ള പരാജിതനായിട്ടുള്ള മരണത്തെ പ്രതീക്ഷിച്ച് നിൽക്കുന്ന ഭീഷ്മപിതാമഹനാണ് കിടക്കുന്നത്. വരുണാളോ ധർമ്മപുത്രൻ വിജയം, മഹാഭാരത യുദ്ധത്തിലെ വിജയി, ചക്രവർത്തി, സൈന്യം, ഭണ്ഡാരം, രാജ്യം, ബന്ധുക്കൾ, ഐശ്വര്യം ഒക്കെ നിറഞ്ഞ ആൾ. ഭീഷ്മപിതാമഹനെ താരതമ്യം ചെയ്യുമ്പോൾ അധികം വയസ്സൊന്നും ആയിട്ടില്ല. പക്ഷേ വിജയിച്ചു വരുന്ന ചെറുപ്പക്കാരൻ, വയസ്സിൽ കുറവുള്ള ആളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ മ്ലാനത, ഞാൻ പാപിയാണ് എന്നുള്ള സങ്കല്പം ഒന്നുമില്ലാതെ ശരശയ്യയിൽ കിടക്കണ വയസ്സായിട്ടുള്ള മരണത്തെ പ്രതീക്ഷിച്ച് കിടക്കണ ആളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ എന്തൊരു പ്രസന്നത. ജീവിതത്തിൻ്റെ വൈരുദ്ധ്യമല്ലേ. ചിലർക്ക് എല്ലാം ഉണ്ടായാലും രാത്രി ഉറക്കം കിട്ടില്ല. ചിലരോ ഒന്നുമില്ലെങ്കിലും രാത്രി സുഖമായിട്ട് ഉറങ്ങാൻ പറ്റും അല്ലേ. ഒക്കെ നേടിയെടുത്തിട്ടും ഉറക്ക ഗുളിക കഴിക്കേണ്ടി വരുന്നുണ്ട് പലർക്കും ഉറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ എവിടെയാണ് ശരിക്കുള്ള വിജയം എന്നുള്ളത് ഭാഗവതം അങ്ങനെ കാണിച്ചു തരുന്നർത്ഥം. 2 ധർമ്മത്തിൻ്റെ വക്താക്കളായിട്ടുള്ള 2 പേരുടെ മുഖത്തേക്ക് നോക്കി നിർണ്ണയിക്കാൻ പറ്റും എവിടെയാണ് ശരിക്കുള്ള വിജയം, എവിടെയാണ് ശരിക്കുള്ള സമാധാനം എന്നുള്ളത്. എന്നിട്ട് ഈ വരുണ ധർമ്മപുത്രൻ ഭഗവാനോടുകൂടി, ബാക്കിയുള്ളവരോടുകൂടി, മഹർഷിമാരോടുകൂടി വരുമ്പോൾ അവരെ നോക്കി അഹോ കഷ്ടം, അഹോ അന്യായം എന്ന് പറയും. ഭീഷ്മപിതാമഹൻ ശരശയ്യയിൽ കിടക്കണ ആൾ ശരിക്കും പറയേണ്ടത് ഇവരാണ് പറയേണ്ടത്. അയ്യോ അങ്ങയുടെ സ്ഥിതി വളരെ കഷ്ടമാണല്ലോ എന്ന് അങ്ങോട്ടാണ് ഭീഷ്മപിതാമഹനോടാണ് പറയേണ്ടത്. പക്ഷേ ഭീഷ്മപിതാമഹൻ ഇങ്ങോട്ടാണ് പറയുക, വിജയിച്ചു വന്ന ആളോട് നിങ്ങളുടെ കാര്യം ആലോചിക്കുമ്പോൾ വളരെ കഷ്ടം തോന്നണമെന്ന്. വയസ്സായിട്ടുള്ള ആൾ പറയുക, പരാജിതനായിട്ടുള്ള ആൾ പറയുക വിജയിച്ച ആളോട് നിങ്ങളുടെ കാര്യം കഷ്ടമാണ്.
കാരണം എന്താ? നിങ്ങൾക്ക് കഷ്ടപ്പാടേ ഉണ്ടായിട്ടുള്ളൂ ജീവിതത്തിൽ. അതിനെന്താ കാരണം? സാധാരണഗതിയിൽ കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നും ഇങ്ങനത്തെ ആൾക്കാർക്ക് ഉണ്ടാവാൻ പാടില്ല. എന്താ? ധർമ്മത്തെ അറിയാം, ധർമ്മത്തെ അനുഷ്ഠിക്കുന്നുണ്ട്, ഈശ്വരാധീനമുണ്ട്, ഗുരുനാഥന്മാരെ സജ്ജനങ്ങളെ സേവിക്കുന്നുണ്ട്, എന്നിട്ടും ദുഃഖം വരണു ജീവിതത്തിൽ. അല്ലേ? നമ്മൾ പറയും ഇപ്പോഴത്തെ കാലത്തൊക്കെ ദുഷ്ടന്മാർക്കാണ് നല്ല കാലം, അവരൊക്കെ സന്തോഷിച്ച് സുഖമായിട്ട് ജീവിക്കണു, നമ്മളൊന്നും ചെയ്തിട്ടില്ല, നമുക്കാച്ച കഷ്ടപ്പാട് എന്ന് പറയും. അപ്പോൾ ഇതെന്തുകൊണ്ടാണ് നിങ്ങൾ കഷ്ടപ്പെടാനുള്ള കാരണം? ഭീഷ്മപിതാമഹൻ പറയും അത് കാലം എന്നുള്ള ഭഗവത് സ്വരൂപം. ആ കാലം എന്നുള്ളത് തന്നെയാണ് പുഞ്ചിരിച്ചുകൊണ്ട് പീലിത്തിരുമുടി ചാർത്ത് പീതാംബരം ചുറ്റിയിട്ട് എൻ്റെ മുന്നിൽ നിൽക്കുന്നത് പരബ്രഹ്മം, കാലസ്വരൂപൻ. ഈ കാലസ്വരൂപന് പക്ഷഭേദമുണ്ടോ? ചിലരോട് ഇഷ്ടം, ചിലരോട് അനിഷ്ടം, ഇങ്ങനെയൊക്കെ ഉണ്ടോ ഭഗവാന്, ബ്രഹ്മത്തിന്? ഇല്ല. കാരണം ദുഷ്ടന്മാരും വന്നതും ശിഷ്ടന്മാരും വന്നതും ഭഗവാനിൽ നിന്നാണ്. വെറുപ്പും ക്രോധവും തുടങ്ങിയുള്ള വികാരങ്ങൾ വന്നതും സ്നേഹവും വാത്സല്യവും പ്രേമവും ഒക്കെ വന്നതും ഭഗവാനിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ ഭഗവാനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇതിലൊന്നും വ്യത്യാസങ്ങളൊന്നുമില്ല. പക്ഷേ ഇങ്ങനെ എല്ലാവരോടും തുല്യതയോടുകൂടി ദുഷ്ടശിഷ്ടഭേദമില്ലാതെ പെരുമാറേണ്ട ബ്രഹ്മത്തിന് ഒരു വികാരഭേദമുണ്ട് എന്നാണ്. എന്താ വികാരം? കാരുണ്യം എന്നുള്ളത്. നിങ്ങൾ ആരെയാണോ യം മന്യസേ മാതുലേയം പ്രിയം മിത്രം സുഹൃത്തമം അകരോ സജീവം ദൂതം സൗഹൃദാദധസാരഥിം, ആ പരബ്രഹ്മം നിങ്ങൾ അമ്മാവൻ്റെ മകനാണ്, സുഹൃത്താണ് എന്നൊക്കെയുള്ള രീതിയിൽ പെരുമാറുമ്പം ഇടയ്ക്ക് കുതിരക്കാരനായിട്ട് തേര് തെളിക്കണ സൂതനായിട്ട്, ഇടയ്ക്ക് തങ്ങളുടെ സെർവൻറ്റ് ദൂതനായിട്ടൊക്കെ ആരെയാണോ നിയോഗിക്കണത് അത് പരബ്രഹ്മമാണ്. ആ പരബ്രഹ്മത്തിന് ഇങ്ങനത്തെ സ്വഭാവങ്ങൾ, ഞാൻ പരബ്രഹ്മല്ലേ അപ്പോൾ ഒരു കുതിരക്കാരനാവാൻ പറ്റുമോ? ഞാനൊരു പരബ്രഹ്മല്ലേ, ഞാൻ ദൂതനായിട്ട് കൗരവസഭയിൽ ചെല്ലാൻ പാടുമോ? പാണ്ഡവന്മാർ അങ്ങനെയുള്ള ഭാവങ്ങളൊന്നുമില്ല. എല്ലാം ഒരേ രീതിയിൽ ഏറ്റെടുക്കണു. കാരണം സർവാത്മനഃ സമദൃശഃ പരബ്രഹ്മം. എല്ലാവരിലും ഗുരുവായൂരപ്പനാണെന്ന് അറിഞ്ഞു നിൽക്കുന്നത്. എല്ലാവരും ഒരേപോലെയാണ് ഗുരുവായൂരപ്പനെ നോക്കുമ്പോൾ. പക്ഷേ തഥാപ്യേകാന്തഭക്തേഷു പശ്യ ഭൂപാനുകമ്പിതം, കാരുണ്യമുണ്ട്. കാരണം അതിൻ്റെ ദൃഷ്ടാന്തമാണ് ഇതാ എന്നിലേക്ക് ഇവിടെ എഴുന്നള്ളിയിരിക്കണു എന്നാണ്. ധർമ്മപുത്രൻ വിചാരിക്കണു ധർമ്മപുത്രൻ്റെ സംശയം തീർക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവരിക എന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെയല്ല. അങ്ങനെ സംശയമായിട്ട് ഉണ്ടായതും ആ സങ്കല്പമായിട്ട് വന്നതും ആ സങ്കല്പം ധർമ്മപുത്രന് തോന്നിയതും ഞാൻ പാപിയാണെന്ന് തോന്നിയതും അത് ഭഗവാൻ തന്നെ ഉപദേശിച്ചിട്ടും ആ സംശയം തീരാതിരിക്കുന്നതും ഒക്കെ എന്താ? ഭഗവാന്റെ സങ്കല്പമാണ്. ഞാൻ വരെ ഉപദേശിച്ച ഇയാൾക്ക് ബോധ്യമാവരുത് എന്ന് ഭഗവത് സങ്കല്പമാണ്. എന്താ കാരണം? എന്തിനങ്ങനെ സംശയം ഉണ്ടാക്കി? ഭീഷ്മപിതാമഹൻ എന്നുള്ളൊരു ഭക്തൻ എന്നെയും കാത്ത് കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ കിടക്കുന്നുണ്ട്. ഈ ഉത്തരയുടെ അയനം, ഉത്തരയിലേക്ക് ഏതാ ഉത്തരായണം? ഭീഷ്മപിതാമഹൻ്റെ ഉത്തരയ്ക്ക് അയനമായത് ഏതൊരു വസ്തുവാണോ ആ വസ്തു വരണം എന്നാണ്. ഉത്തരായനം വരണം. ഉത്തരയ്ക്ക് രക്ഷയായത് ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാനാകണ ഉത്തരായണം വരണം എന്നുള്ള പ്രതീക്ഷയോടുകൂടി ഭീഷ്മപിതാമഹൻ കിടക്കുന്നുണ്ട് എന്നുള്ള സങ്കല്പത്തോടുകൂടി നിങ്ങളെയൊക്കെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നിരിക്കുക. എന്തിനെ? എന്നെ അനുഗ്രഹിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞിട്ടാണ് ഭഗവാനോടുള്ള പ്രാർത്ഥന. ഭീഷ്മപിതാമഹൻ്റെ കളേബരം യാവതിതം ഹിനോമ്യഹം, എൻ്റെ ശരീരത്തെ ഞാൻ ഉപേക്ഷിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് ഭഗവാൻ ഇതേപോലെ തന്നെ എങ്ങനെയാണ് നിൽക്കുന്നത്? ഭീഷ്മപിതാമഹൻ്റെ മുന്നിൽ പ്രസന്നഹാസാരുണലോചനോല്ലസന്മുഖംബുജോ ധ്യാനപഥശ്ചതുർഭുജ, 4 തൃക്കൈകളോടുകൂടി മനോഹരമായിട്ടുള്ള മന്ദഹാസത്തോടുകൂടി കുറച്ച് കാരുണ്യം കൊണ്ട് വാത്സല്യം കൊണ്ട് ചുവന്നു തുടുത്ത ആ കണ്ണുകളോടുകൂടി നേത്രങ്ങളോടുകൂടി ആ ഭംഗി ഏറിയ സ്വരൂപത്തോടു കൂടിയിട്ട് എൻ്റെ മുന്നിൽ ആവിർഭവിച്ചിരിക്കണു എന്നുള്ള രീതിയിലാണ് ഭീഷ്മപിതാമഹൻ
കാണണത് ഭഗവാൻ യുധിഷ്ഠിരനെ തോണ്ടി സംശയങ്ങളൊക്കെ ചോദിച്ചോളൂ എന്നാണ്. അവിടെ വെച്ച് ഗംഭീരമായുള്ള ഉപദേശം. കാരണം ഭീഷ്മപിതാമഹൻ അന്തർധാൻ അല്ലെങ്കിൽ ശരീരത്തെ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ ധർമ്മശാസ്ത്രങ്ങളെക്കുറിച്ചിട്ട് അറിയണ ആൾക്കാരുണ്ടാവില്ല പിന്നെ. അപ്പോൾ അതിനെ നിലനിർത്താൻ വേണ്ടി ഗംഭീരമായിട്ടുള്ള ഉപദേശം ഇവിടെ ചുരുക്കം പറയണു. മഹാഭാരതത്തിൽ നോക്കിയാൽ ശാന്തിപർവ്വതത്തിലെ അനേകം അധ്യായങ്ങളിൽ ഏകദേശം 100 ചില്ലുവാൻ അധ്യായങ്ങൾ ഭീഷ്മരുടെ ഉപദേശമാണെന്ന് കാണാൻ സാധിക്കും മഹാഭാരതത്തിൽ. ശാന്തിപർവം, അനുശാസനപർവം, ഇവയിലൊക്കെ ഭീഷ്മരുടെ ഉപദേശങ്ങൾ കാണാൻ സാധിക്കും. ഇവിടെ അതിനെയൊക്കെ ചുരുക്കിക്കൂട്ടി ദാനധർമാൻ, രാജധർമാൻ, മോക്ഷധർമാൻ, വിഭാഗശ സ്ത്രീധർമാൻ, ഭഗവത് ധർമാൻ, സമാസവ്യാസയോഗത, ധർമാർത്ഥ കാമമോക്ഷാംശ സഹോപായാൻ എല്ലാം ഉപദേശിച്ചു കൊടുത്തു. വാക്കുകൾ എങ്ങനെ അവസാനിപ്പിക്കണം എന്നുള്ളത് കാണിച്ചു തരും. തഥോപസംഹൃത്യ ഗിരസഹസ്രണീ. സഹസ്രണിയാണ് ഭീഷ്മപിതാമഹൻ. 1000 വീരന്മാരെ ഒരുമിച്ച് ചേർത്ത് കോർഡിനേറ്റ് ചെയ്ത് യുദ്ധത്തിലേക്ക് ഏർപ്പെടാൻ സാധിക്കും. 1000 പേര് ശത്രുക്കളായിട്ട് ഇവരെ എതിരിടാൻ വേണ്ടി വരുന്നുണ്ടെങ്കിൽ അവരെയൊക്കെ തടഞ്ഞു നിർത്താൻ സാധിക്കും ഭീഷ്മപിതാമഹന്. അങ്ങനെയുള്ള ആളാണ്, സഹസ്രണിയാണ് എന്നാണ്. ഗിരസഹസ്രണി എന്ന് വേറൊരു തരത്തിൽ അർത്ഥം പറഞ്ഞാൽ 1000 വാക്കുകൾ പറഞ്ഞു എന്നുള്ള രീതിയിൽ വേറൊരർത്ഥം കൂടി ആചാര്യന്മാർ കണ്ടെത്താറുണ്ട്. 1000 തിരുനാമങ്ങൾ പറഞ്ഞു എന്നാണ്. സഹസ്രനാമം എല്ലാം കഴിഞ്ഞ് അല്ലേ, ഏത് കർമ്മങ്ങൾ കഴിഞ്ഞാലും ഭാഗവതം പറയും, നിങ്ങൾ ഏത് കർമ്മം കഴിഞ്ഞാലും കുറച്ച് നാമം ജപിക്കൂ എന്ന് പറയും ഭാഗവതം. അല്ലെങ്കിൽ ശാസ്ത്രം അങ്ങനെയാണ് പറയുക. ഏത് കർമ്മം കഴിഞ്ഞാലും അല്ലേ, സന്ധ്യാവന്ദനം കഴിഞ്ഞാലും ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ കുറച്ച് പ്രാവശ്യം, ഓം നമോ നാരായണായ. എന്തിനു വേണ്ടിയിട്ടാണ്? അതിൻ്റെ പൂർണ്ണത വരാൻ വേണ്ടി. ഇതേപോലെ സകല ഉപദേശങ്ങളും അവസാനിച്ചിട്ട് സഹസ്രനാമം ചൊല്ലി, തിരുനാമങ്ങൾ ചൊല്ലി ഭീഷ്മപിതാമഹൻ തൻ്റെ വാക്കുകളെ ആദ്യമായിട്ട് വാക്കുകളെ ഭഗവാനിലേക്ക് അർപ്പിക്കും. വിമുക്ത സംഗം മന ആദിപൂരുഷേ കൃഷ്ണേ. ഭഗവാനിലേക്ക് മനസ്സ് ഉറപ്പിക്കും. ലസൽപീതപടേ ചതുർഭുജേ പുരസ്ഥിതേ അമീലിത ദൃഗ്വ്യധാരയൽ. ഇനി കണ്ണുകളെ കൊണ്ട് ഭഗവാനെ മാത്രം കാണുക, അത് കാണാതിരിക്കൂല എന്നാണ്. ദേവനാണ് ഈ ഭീഷ്മപിതാമഹൻ. ആ ദേവന്മാർക്ക് ഈ കണ്ണ് ഇടയ്ക്കിടയ്ക്ക് അടയ്ക്കണ പരിപാടിയില്ല എന്നാണ് പറയുന്നത്. അതേപോലെ ആ കണ്ണിമ കൂടി അടയ്ക്കാത്ത രീതിയിൽ ഭഗവാനെ നോക്കി ദേവനായിട്ട് ഭൂസ്പർശം നേരത്തെ തന്നെ ഇല്ല, ശരശയിലാണ് കിടക്കുന്നത്. ഭഗവാനിലേക്ക് നോക്കി വിശുദ്ധയാ ധാരണയാ ഹതാശുഭ. തൻ്റെ ധാരണ, ഈ യോഗപദ്ധതി പറയുമ്പം അല്ലേ, ആസന പ്രാണായാമ പ്രത്യാഹാര ധാരണ, ഇന്ദ്രിയങ്ങളെ മുഴുവൻ ഭഗവാനിലേക്ക് സ്ഥിരമായിട്ട് അർപ്പിക്കും. വേദന, ശരീരബോധങ്ങളൊക്കെ ഭഗവാൻ അങ്ങനെ ദൂരെ നിന്ന് വരുമ്പോഴേക്കന്നെ തദിക്ഷൈവാശുഗതായുധൗവ്യഥ. ശരീരവേദനകളൊക്കെ എപ്പോഴോ പോയി കഴിഞ്ഞിട്ടുണ്ട്. നിവൃത്ത സർവേന്ദ്രിയവൃത്തി വിഭ്രമ തുഷ്ടാവജന്യം വിസൃജൻ ജനാർദ്ദനം. എല്ലാ ഇന്ദ്രിയങ്ങളെയും ഭഗവാനിൽ അർപ്പിതമാക്കി ധ്യാനം, ധാരണ കഴിഞ്ഞ ധ്യാനം. ഇതിമതിരുപകൽപ്പിതാ വിതൃഷ്ണ ഭഗവതി സത്വത പുങ്കവേ വിഭൂമ്നി. ഗുരുവായൂരപ്പ, എനിക്കൊരു മകളുണ്ട്. വിവാഹം കഴിക്കാത്ത ഭീഷ്മർക്ക് മകളോ? ഞാൻ വിവാഹം കഴിക്കില്ല എന്നൊക്കെയുള്ള ഭീഷ്മപ്രതിജ്ഞയാണ്. ഒരു മകളുണ്ട് എന്നാണ്. എന്താ? എൻ്റെ ബുദ്ധിയാകണ മകള്. ആ ബുദ്ധിയാകണ മകള് ഒരു തരത്തിലുള്ള മാലിന്യങ്ങളും കളങ്കങ്ങളും ഇല്ലാത്ത മകളാണെന്നാണ് അല്ലേ. നമ്മളെ കുട്ടിയെ നമ്മളെങ്ങനെയാണ്, പെൺകുട്ടികളെ പ്രത്യേകിച്ചും വളർത്തിക്കൊണ്ടുവരേണ്ടത് നല്ല രീതിയിൽ വളർത്തണം എന്നാണ് പറയുക. അതേപോലെ വളർത്തിക്കൊണ്ടുവന്നതാണ്. ഒരു തരത്തിലുള്ള മാലിന്യവും ഇല്ല, കളങ്കങ്ങളും ഇല്ല, ചീത്തപ്പേരും ഇല്ല എൻ്റെ മകൾക്ക് എന്നാണ്. ഏത്? ബുദ്ധിയാകണ മകള്. വിതൃഷ്ണ, ആഗ്രഹങ്ങളുടെ കളങ്കങ്ങൾ, കളവുകൾ ഇല്ലാത്ത മകളാണ് എൻ്റെ ബുദ്ധി. ആ മകളെ എന്തിനു വേണ്ടി എങ്ങനെ വളർത്തിക്കൊണ്ടുവന്നത്? ഇത് ഗുരുവായൂരപ്പന് വേണ്ടിയുള്ളതാണ്. എൻ്റെ മകളെ ഗുരുവായൂരപ്പന് വിവാഹം ചെയ്യണം. ആലോചിച്ച് നോക്കൂ. എത്രയോ പേര് ഭാഗവതത്തിൽ നോക്കിയാൽ ഇങ്ങനെ കാണാൻ സാധിക്കും.
ഭഗവാനിലേക്ക് അർപ്പിക്കപ്പെടണം എൻ്റെ മകള് എന്നുള്ള രീതിയിലുള്ള പ്രാർത്ഥന. ഭീഷ്മപിതാമഹനും പറയണത് എൻ്റെ മകളെ കൂടി സ്വീകരിക്കണം. 16,108 വിവാഹം കഴിഞ്ഞ ആൾക്ക് ഒരു മകളെ കൂടി സ്വീകരിക്കാൻ, ഒരു വിവാഹം കൂടി കഴിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല എന്നാണ്. അതുകൊണ്ട് എൻ്റെ മകളെ കൂടി, ബുദ്ധിയാകണ മകളെ ഗുരുവായൂരപ്പന് വേണ്ടിയിട്ട് സമർപ്പിക്കണം. അതിന് ആഗ്രഹങ്ങളില്ല അല്ലേ? ഭീഷ്മപ്രതിജ്ഞ, ഞാൻ വിവാഹം ചെയ്യില്ല, രാജ്യാധികാരം വേണ്ട, അങ്ങനെ നിശ്ചിതമായിട്ടുള്ള പ്രതിജ്ഞകളിൽ കൂടിയിട്ട് ഈ ലൗകിക ജീവിതത്തിൻ്റെ തൃഷ്ണകളിൽ നിന്ന്, ആഗ്രഹങ്ങളിൽ നിന്ന് വിടർത്തിയെടുത്തതാണ് എൻ്റെ മകളെ. സ്വസുഖമുപഗതേ, എന്നിട്ട് ഭഗവാൻ ഇഷ്ടാവണം ഈ കല്യാണം കഴിച്ചാൽ, വിവാഹം കഴിച്ചാൽ. കാരണം ഭഗവാൻ സ്വസുഖമുപഗതേ ക്വചിത് വിഹർത്തും പ്രകൃതിമുപേയുഷി. ആദ്യം എങ്ങനെയാണ് ഒരു കളിക്കൂട്ടുകാരിയെ ഭഗവാൻ കൂട്ടിയത് എന്ന് അറിയാം ഭീഷ്മപിതാമഹന്. പ്രകൃതി അല്ലെങ്കിൽ മായാഭഗവതിയെ ഒരു കളിക്കൂട്ടുകാരിയെ വേണം എന്ന് ബ്രഹ്മത്തിന് നോക്കിയപ്പോഴാണ് ഇത്ര ഒരു ഈക്ഷണം കൊണ്ട് മായാഭഗവതിയോടുകൂടി ചേർന്ന് കളിക്കാൻ തുടങ്ങിയപ്പോൾ പ്രകൃതിമുപേയുഷിയൽ ഭവപ്രവാഹ. അപ്പം അങ്ങോട്ട് തുടങ്ങിയല്ലേ സൃഷ്ടി, സ്ഥിതി, സംഹാരം പരബ്രഹ്മത്തിൽ നിന്ന് തുടങ്ങിയെന്നാണ്. അതിലേക്ക് എൻ്റെ ഈ കുട്ടിയെ കൂടി ചേർത്ത് നിർത്തണം. വൃന്ദാവനത്തിലെ അനേകം ഗോപികളുടെ, എത്ര കോടിക്കണക്കിന് ഗോപികളുണ്ട്, അവരുടെ കൂട്ടത്തിലേക്ക് എൻ്റെ ഈ മതി എന്നുള്ള, ബുദ്ധി എന്നുള്ള, ബാക്കിയുള്ള സംസാര വിഷയങ്ങളിൽ നിന്ന് മതി എന്ന് പറഞ്ഞുകൊടുത്ത കുട്ടിയെ കൂടി സ്വീകരിക്കണം എന്നാണ്. ത്രിഭുവനകമനം, ഭീഷ്മപിതാമഹൻ കണ്ട ചിത്രങ്ങൾ. ത്രിഭുവനകമനം തമാലവർണം രവികരഗൗരവരംബരം ദധാനേ വപു. യുദ്ധഭൂമിയിലേക്ക് പ്രഭാതത്തിൽ വരുമ്പോൾ സൂര്യഭഗവാൻ കിരണങ്ങളെ കൊണ്ട് നമസ്കാരങ്ങൾ ചെയ്യുമ്പം വെട്ടിത്തിളങ്ങിക്കൊണ്ട് ഭഗവാൻ അർജുനൻ്റെ തേർത്തട്ടിലിരുന്ന് യുദ്ധഭൂമിയിലേക്ക് വരുന്ന ഒരു കാഴ്ച ഉണ്ടെന്നാണ്. വൃന്ദാവനത്തിൽ ഇതേപോലെയായിരുന്നു എന്നാണ്. നല്ലോണം വേഷം കെട്ടിയിട്ട് അല്ലേ, നല്ലോണം കണ്ണെഴുതിക്കണം, കുളിപ്പിക്കണം, കണ്ണഴിക്കണം, പൊട്ടു തൊടിക്കണം എന്നൊക്കെയാണ് യശോദാദേവിയോടൊക്കെ പറയുക. ഗംഭീരമായിട്ട് വേഷം കെട്ടിയിട്ടാണ് കാട്ടിലേക്ക് അങ്ങോട്ട് അയക്കുക. ഇതേപോലെ തന്നെയാണ് യുദ്ധഭൂമിയിലേക്ക് അസ്സല് സ്വരൂപത്തോടു കൂടിയിട്ടാണ് വരുന്നതാണ്. പക്ഷേ യുദ്ധഭൂമിയിൽ കുറച്ച് കഴിയുമ്പോൾ വൃന്ദാവനത്തെ പോലെയായിട്ട് തീരുന്നതാണ്. വൃന്ദാവനത്തിൽ അങ്ങോട്ട് കാട്ടിലേക്ക് പോയ ആളല്ല, തിരിച്ചു വരുമ്പം അല്ലേ അവിടെയുള്ള വൃന്ദാവനത്തിലെ സകല ചളികളും പൊടികളും സകല പൂക്കളും സകല കല്ലുകളും സകല ചിത്രങ്ങളും ഭഗവത് ശരീരത്തിൽ ഉണ്ടാവുന്നതാണ്. ഗോപന്മാരുടെ വരെ ചിത്രരചന വരെ ഉണ്ടാവുന്നതാണ് ഭഗവത് സ്വരൂപത്തിൽ. അതേപോലെ തന്നെയാണ് നല്ല വേഷം കെട്ടിയിട്ട് യുദ്ധഭൂമിയിലേക്ക് വരും. യുദ്ധം തുടങ്ങി കുറച്ചങ്ങോട്ട് കഴിയുമ്പോഴേക്കും യുദ്ധിതുരഗരജോ വിധൂമ്രവിശ്വക്കചലുളിതശ്രമവാര്യലങ്കൃതസ്യേ. വൃന്ദാവനത്തിലെ കാട്ടിലേക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോഴേക്കും നീലാഭം കുഞ്ചിതാഗ്രം എന്നുള്ള രീതിയിലുള്ള ഭഗവാന്റെ മുടിച്ചുരുളുകളിലേക്ക് വൃന്ദാവനത്തിലെ പൊടികൾ തട്ടി, കുറച്ചുകൂടി പ്രകാശം വർദ്ധിക്കുന്നത് പോലെ യുദ്ധഭൂമിയിലെ പൊടികൾ തട്ടി, കുറച്ച് ചെമ്പിച്ച തലമുടിയോട് കൂടിയിട്ട് വിയർപ്പുകണങ്ങളാകുന്ന മുത്തുമാലകളുടെ അലങ്കാരങ്ങളോടുകൂടി യുദ്ധം തുടങ്ങിയാൽ അങ്ങോട്ട് ആയിത്തീരും. അപ്പോൾ ഇങ്ങനെ ഭീഷ്മർ ആലോചിക്കുന്നതാണ്. ഇത് വൃന്ദാവനത്തിൽ കണ്ടുള്ള ആളാണ് ഭീഷ്മർ അല്ലേ. അവിടെ കുട്ടികൾ ചെന്നിട്ട് കുറച്ച് കഴിഞ്ഞാൽ കാട്ടിലെത്തിക്കഴിഞ്ഞാൽ ഇലകളും പുഷ്പങ്ങളും ഒക്കെ ചതച്ച് അതിൻ്റെ നീരുണ്ടാക്കി ചിത്രങ്ങൾ ഭഗവത് ശരീരത്തിൽ വരയ്ക്കുന്നത് പോലെ ഇവിടെ യുദ്ധഭൂമിയിൽ ഞാനും ചില ചിത്രങ്ങൾ വരച്ചിട്ടുണ്ടെന്നാണ്. പക്ഷേ ഇവിടെ എന്തുകൊണ്ടാണ് അമ്മമ്മ നിശിത ശരീർ വിഭിദ്യമാന, ഇവിടെ ചിത്രം വരയ്ക്കാൻ എൻ്റെ ശരങ്ങളാകുന്ന തൂലികകളെ കൊണ്ട് ഭഗവത് ശരീരത്തിലേക്ക് ചെറിയ ചെറിയ വർണ്ണപ്പൊട്ടുകൾ ചാർത്തി ഞാനും മമ്മ നിശിത ശരീർ വിഭിദ്യമാന തുചിവിലസൽ കവചസ്തു കൃഷ്ണ ആത്മാ. ഭീഷ്മപിതാവും പറയുന്നു വൃന്ദാവനത്തിൽ അതേ ദൃശ്യത്തിലേക്ക് സപതി സഖിവചോ നിശമ്യ മധ്യേ, ഞാൻ ഈ യുദ്ധം ചെയ്യണില്ല എന്നുള്ള തരത്തിൽ അമ്പും വില്ലൊക്കെ താഴെട്ടിട്ട് അർജുനൻ നിൽക്കുമ്പം ക്ലബ്യം മാസ്മകമപ്പാർത്ഥ എന്ന് പറഞ്ഞ് എഴുന്നേൽപ്പിച്ചിട്ട് ഭഗവത്ഗീത ഉപദേശിച്ചു കൊടുക്കണ മനോഹരമായിട്ടുള്ള ദൃശ്യം ഭീഷ്മരിങ്ങനെ ചെവിയോർത്തിട്ടുണ്ട്. അന്ന് ആ ഭഗവത്ഗീത കേൾക്കാൻ ചെവിയോർത്ത് അതിലെ പാഠങ്ങളിലേക്ക് ഏറ്റെടുക്കപ്പെട്ടിട്ടുണ്ട്. ഭീഷ്മപിതാമഹനും അറിഞ്ഞിട്ടുണ്ട്
എല്ലാവരെയും ഞാൻ കൊന്നുകഴിഞ്ഞു എന്ന് ഭഗവത്ഗീതയിൽ പറഞ്ഞപ്പം ശരിയാണ് കേട്ടോ. സ്ഥിതവതി പരസൈനികായുരക്ഷണാഹൃതവതി, നോട്ടം കൊണ്ട് ആയുസ്സുകളെ മുഴുവൻ അപഹരിച്ചിട്ടുണ്ട്. ഇതാണ് ഭീഷ്മരെ പരിചയപ്പെടുത്തുക. നോട്ടങ്ങൾ ഇതാണ് ഭീഷ്മര് എന്ന് അർജുനന് കാണിച്ചു കൊടുക്കുമ്പോൾ ഒന്ന് ഭീഷ്മരെങ്ങനെ കണ്ണുകളെ കൊണ്ട് ഒഴിയും ഭഗവാൻ. അർജുനൻ വിചാരിച്ച് പരിചയപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി നോക്കുകയാണെന്നാണ്. പക്ഷെ എന്താ ചെയ്തത്? കണ്ണുകളെ കൊണ്ട് ഒഴിഞ്ഞ് ആ കക്കണ സ്വഭാവം കളവ് ചെയ്തു എന്നാണ്. എന്താ ആയുസ്സിനെ കവർച്ച ചെയ്തിട്ട് ഇങ്ങോട്ട് എടുത്തു എന്നാണ് ഭഗവത്ഗീതയിൽ പറയുകയും ചെയ്തു. ഞാൻ കൊല്ലേണ്ടവരെയൊക്കെ ഞാൻ കൊന്നു കഴിഞ്ഞിട്ടുണ്ട്. നിമിത്തമാത്രം ഭവസവ്യസാദി, നീ വേണമെങ്കിൽ നീ കുറച്ച് ശരങ്ങൾ അയച്ചാൽ മതി എന്നാണ്. ഇത് അർജുനൻ അറിഞ്ഞിട്ടില്ല, പക്ഷെ ഭീഷ്മർ അറിഞ്ഞിട്ടുണ്ട്. ആയുസ്സൊക്കെ ഭഗവാനിൽ സമർപ്പിതമായിട്ട് തീർന്നിട്ടുണ്ട് എന്ന് അറിഞ്ഞിട്ടുണ്ട്. പിന്നെയോ എന്നോടുള്ള കാരുണ്യം, സ്വനികമമപഹായമൽപ്രതിജ്ഞാം പൃതമധികർത്തുമവപ്ലുതോരഥസ്ഥ. എന്തൊരു ചിത്രമാണെന്നാണ് ഭീഷ്മർ പറഞ്ഞിട്ടുണ്ട്. അർജുനനോട് ദുര്യോധനോട് സത്യം ചെയ്തിട്ടുണ്ട് ഒരു ദിവസം ഭീഷ്മർ, നാളെ പാണ്ഡവന്മാരെ വധിക്കും ഞാൻ, ഇല്ലെങ്കിൽ കൃഷ്ണൻ ആയുധമെടുക്കും. ദുര്യോധനൻ പിറ്റേ ദിവസം യുദ്ധം കഴിഞ്ഞു, താൻ വിജയിച്ചു എന്നുള്ള അഭിമാനത്തോടു കൂടിയിട്ടാണ് വൈകുന്നേരം മടങ്ങിപ്പോയത് എന്നാണ്. ഒന്നാമത്തെ ദിവസം കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം എന്നൊക്കെയാണ് ആചാര്യന്മാർ അനുസ്മരിക്കാറുള്ളത്. ഒന്നാമത്തെ ദിവസത്തിലെ യുദ്ധത്തിൽ പാണ്ഡവന്മാർക്ക് ജയം. അപ്പോൾ ദുര്യോധനൻ ഭീഷ്മരോട് അതിനിസ്സാരമായിട്ടുള്ള വാക്കുകളുമായിട്ട് കയർത്ത് ചേർന്നു. അങ്ങ് അവരുടെ പക്ഷപാതിയാണ്, യുദ്ധം ചെയ്യണില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഭീഷ്മർക്കുറിച്ച് ദേഷ്യം വന്നു എന്നാണ്. നാളെ പാണ്ഡവന്മാരെ മുഴുവൻ ഞാൻ വധിക്കും എന്ന് പറഞ്ഞു. സത്യം ഭീഷ്മരുടെ പ്രതിജ്ഞയാണ്. അല്ലെങ്കിൽ കൃഷ്ണൻ ആയുധം എടുക്കും എന്ന് പറഞ്ഞപ്പം പാണ്ഡവന്മാരെ രക്ഷിക്കും എന്നുള്ള സങ്കല്പത്തിനേക്കാൾ കൂടുതലായിട്ട് ഭീഷ്മരുടെ സത്യത്തെ സത്യമാക്കും എന്നുള്ള രീതിയിലാണ് പിറ്റേ ദിവസം യുദ്ധത്തിലേക്ക് ഭഗവാൻ ആയുധം എടുപ്പിക്കണം. അതിനുവേണ്ടി ഭീഷ്മർ ഭഗവാന്റെ നേരെ യുദ്ധം ചെയ്തു എന്നാണ്. ആയുധം എടുത്തില്ല ഭഗവാൻ. ശരീരത്തിൽ ഭീഷ്മരുടെ ശരങ്ങൾ തറഞ്ഞു കയറിയപ്പോഴും ആയുധം എടുത്തില്ല. പക്ഷെ അർജുനൻ്റെ നേരെ ശരങ്ങളയച്ച് അർജുനൻ മോഹാലസ്യത്തിലേക്ക് തളർന്നു വീണു എന്ന് കണ്ടതോടുകൂടിയിട്ടാണ് തിരിഞ്ഞു നോക്കി ചാടിയിറങ്ങി രഥത്തിൻ്റെ ചക്രത്തെ ഉത്തരീയം പോലും പറന്നുപോയത് കണക്കാക്കാതെ ഊരിയെടുത്ത് സുദർശന ചക്രമായിട്ട് ആയുധമായിട്ട് അർജുനൻ പിന്നാലെ ചാടി ചെന്നു. കാരണം എന്താ? ഭഗവാൻ ആയുധം എടുക്കില്ല എന്ന് സത്യം ചെയ്തിട്ടുണ്ട്. പരബ്രഹ്മം സത്യലംഘനം ചെയ്തു എന്ന് നാളെ ആൾക്കാർ പറയും എന്നുള്ള രീതിയിൽ അർജുനൻ ചാടിയിറങ്ങിയപ്പോൾ അതിനെ കൂടി അവഗണിച്ച് സുദർശന ചക്രമാക്കി ആ രഥചക്രത്തെ ഏറ്റെടുത്ത് ചുഴറ്റി മദഗജത്തിൻ്റെ മസ്തകത്തിലേക്ക് ആക്രോശത്തോടുകൂടി അലറിക്കൊണ്ട് ചാടി വീഴണ സിംഹക്കുട്ടിയെ പോലെ അല്ലെങ്കിൽ സിംഹത്തെ പോലെ ഒരു ചാട്ടുണ്ടായിട്ടുണ്ട് ഭീഷ്മരുടെ നേരെ. ഭീഷ്മർ ഇതാണ് തൻ്റെ സാഫല്യം എന്നുള്ള രീതിയിൽ ആയുധം വെച്ച് ശിരസ് ആ സുദർശന ചക്രം കൊണ്ട് ഛേദിക്കപ്പെടട്ടെ എന്നുള്ള അനുഗ്രഹത്തിന് വേണ്ടി നമസ്കരിച്ച് യുദ്ധഭൂമിയിൽ കടന്നു. കൃതാർത്ഥനായിട്ട് കടന്നു എന്നാണ്. കാരണം തനിക്കിനി പാണ്ഡവന്മാരെ വധിക്കേണ്ട, കൃഷ്ണൻ ആയുധം എടുത്തു. ഇനി താൻ വധിക്കപ്പെട്ടാലും സാരമില്ല സുദർശനചക്രം കൊണ്ട് എന്നുള്ള രീതിയിൽ നമസ്കരിച്ച് കടന്നപ്പോഴേക്കും അർജുനൻ പിന്നാലെ ചെന്ന് ഓടിച്ചെന്ന് മുറുക്കിപ്പിടിച്ച് തിരിച്ചു കൊണ്ടുപോയിട്ടുണ്ട്. ഭഗവാനെ ഞാൻ യുദ്ധം ചെയ്തോളാം, ഭഗവാൻ ആയുധം എടുക്കരുത് എന്ന് പറഞ്ഞു. അങ്ങനെ കൊണ്ടുപോകുമ്പം വീണ്ടും കുതറിമാറി ചാടാൻ ശ്രമിക്കണതിൻ്റെ ഇടയ്ക്ക് ഭീഷ്മപിതാമഹൻ നമസ്കരിച്ച് കിടന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റ് എന്തുകൊണ്ട് തൻ്റെ ശിരസ് പോകണില്ല എന്നുള്ള രീതിയിൽ എഴുന്നേറ്റ് നോക്കുമ്പോഴാണ് ഒന്നുകൂടി തിരിഞ്ഞു നോക്കിയിട്ടുണ്ടെന്നാണ് ഭീഷ്മരെ. കണ്ടുവോ എന്നാണ് ആ നോട്ടത്തിലെ കാരുണ്യം. എൻ്റെ സത്യം പോയാലും സാരല്ല, സത്യം വിധാതും നിജഭൃത്യഭാഷിതം. ഭക്തന്മാരുടെ സത്യത്തെ സത്യമാക്കി തീർക്കും. അതുകൊണ്ട് ഭഗവത്ഗീതയിൽ ഭഗവാൻ അർജുനനെ കൊണ്ട് സത്യം ചെയ്യിപ്പിച്ചു എന്നാണ് നമേ ഭക്ത പ്രണശ്യതി എന്ന്. കാരണം ഭഗവാൻ നമേ ഭക്ത പ്രണശ്യതി എന്ന് പറഞ്ഞ് സത്യം ചെയ്താൽ ചിലപ്പോൾ അത് തെറ്റാൻ സാധ്യതയുണ്ട്. പക്ഷെ ഭക്തൻ ഒരു സത്യം ചെയ്തു കഴിഞ്ഞാൽ അതിനെ ഏറ്റെടുക്കും ഭഗവാൻ എന്നുള്ള രീതിയിൽ ഭീഷ്മരെ അങ്ങയുടെ വാക്കുകൾ സത്യമായിട്ടിരിക്കട്ടെ എന്നുള്ള കാരുണ്യത്തോടു കൂടിയുള്ള ഒരു കടാക്ഷം.
അർജുനൻ വിചാരിച്ചു, ഇത് കേൾക്കുമ്പോഴാണ് അർജുനൻ വിചാരിക്കേണ്ടത് അന്ന് വിചാരിച്ചു തന്നെ രക്ഷിക്കാനാണ് ഭഗവാൻ ആയുധം എടുത്തത്. ഇപ്പോഴാണ് അറിയണത് ഭീഷ്മരോടുള്ള അനുഗ്രഹമാണ് ആ കാണിച്ചത് എന്ന് മനസ്സിലാക്കി എന്നാണ് അർജുനൻ. പിന്നീട് രാസലീലാ രംഗത്തിൽ ആ ഗോപികളുടെ കൂടെ ആകാശവീഥിയിൽ ഭീഷ്മരും ദേവന്മാരുടെ കൂടെ വന്നു നിന്ന് ആ രാസലീലയിലേക്ക് അലിഞ്ഞ് കേവലം നൃതു എന്നുള്ള രീതിയിൽ ഗോപികൾ മാത്രം നൃത്തം ചെയ്ത് വെക്കണ അതിലേക്ക് ദേവന്മാരുടെ കൂടെ ബ്രഹ്മരുദ്രാദികളുടെ കൂടെ ഭീഷ്മരും അലിഞ്ഞു ചേർന്ന് നിന്നുണ്ട്. ആ രാസലീല മധ്യസ്ഥനായിട്ട് നിൽക്കണ സച്ചിദാനന്ദത്തിൻ്റെ അനുഭവത്തിലൂടെ അഗ്രാസന പൂജയിൽ, രാജസൂയത്തിലെ അഗ്രാസന പൂജയിലേക്ക് എല്ലാവരെയും അനുഗ്രഹിച്ചുകൊണ്ട് സൂര്യസ്പർദ്ധികരീടം ഊർധ്വതിലക എന്നുള്ള രീതിയിലുള്ള മനോഹര സ്വരൂപത്തെ കണ്ട് ഭീഷ്മർ തമിമമഹമജം ശരീരഭാജാം ഹൃദി ധിഷ്ഠിതം ആത്മകൽപ്പിതാനാം. ഏതൊരു ഭഗവാനാണോ എല്ലാ ദിക്കിലും നിറഞ്ഞു നിൽക്കുന്നുണ്ട് അല്ലേ, എല്ലാ ദിക്കിലും പ്രപഞ്ചമാകെ നിറഞ്ഞു നിൽക്കണു ഭഗവാൻ. തൻ്റെ ഉള്ളിലും നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഭഗവാൻ, പുറമേയും നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഭഗവാൻ. ഇങ്ങനെ പലതായിട്ട് തോന്നണ ഭഗവത് സ്വരൂപങ്ങൾ എല്ലാം എവിടെ നിന്നാ? ഒരേ സച്ചിദാനന്ദ ശ്രീകൃഷ്ണ സ്വരൂപം, ഒരേ ഗുരുവായൂരപ്പൻ പ്രപഞ്ചമാകെ നിറഞ്ഞു നിൽക്കണം. അതിലേക്ക് എന്നെ കൂടി ഒന്ന് ചേർത്ത് പിടിക്കണേ എന്നുള്ള രീതിയിൽ ഉള്ളിലും പുറത്തും നിറഞ്ഞു നിൽക്കണം ഭഗവാനിലേക്ക്. ഏതാ കൂടുതൽ മെച്ചം? പുറമെ കാണണ ഗുരുവായൂരപ്പനാണോ കൂടുതൽ സൗന്ദര്യം, ഉള്ളിലുള്ള ഗുരുവായൂരപ്പനാണോ കൂടുതൽ സൗന്ദര്യം? അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് നേരം അങ്ങോട്ടും നോക്കുമ്പോൾ രണ്ടിലും വ്യത്യാസമൊന്നുമില്ല. പിന്നെ പുറമേ കാണുന്ന ഗുരുവായൂരപ്പനെ കൂടി തൻ്റെ ഉള്ളിലേക്ക് കൂട്ടിങ്ങോട്ട് ചേർത്ത് അതിലേക്കാണ് ഭീഷ്മപിതാമഹൻ അലിഞ്ഞ് ചേർന്ന് ഭഗവാനിലേക്ക് ലയിച്ചു ചേരണത്. പുഷ്പവൃഷ്ടികൾ, സ്തുതിഗീതങ്ങൾ അവിടെ ഉണ്ടാവണു. ഇങ്ങനെ ഭീഷ്മരുടെ മുക്തി പറഞ്ഞ് നമ്മൾ വാക്കുകളൊക്കെ ഗുരുനാഥന്മാരുടെ, ഭാഗവതഹംസങ്ങളുടെ, തിരുനാമാചാര്യന്മാരുടെ, ശ്രീകൃഷ്ണ കഥാശുകന്മാരുടെ, ഭാഗവത വാചസ്പതിമാരുടെ ഇന്നത്തെ വിശേഷ ദിവസം ശ്രീരാമചന്ദ്രസ്വാമിയുടെ മനോഹരമായിട്ടുള്ള പാദാരവിന്ദത്തിലേക്ക് വാക്കുകളൊക്കെ സമർപ്പിച്ചുകൊണ്ട് ഭക്തജന സഹസ്രങ്ങൾ ഈ പാദാരവിന്ദങ്ങളിലൊക്കെ നമസ്കരിച്ച് വീഴുമ്പോൾ നമുക്കും അവരുടെയൊക്കെ പിന്നിൽ നിന്ന് ഗുരുവായൂരപ്പൻ്റെ ശ്രീരാമചന്ദ്രസ്വാമിയുടെ പാദാരവിന്ദങ്ങളിൽ നമസ്കരിച്ചിട്ട് ശേഷം ഭാഗങ്ങളൊക്കെ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച് എന്നുള്ള രീതിയിൽ സമർപ്പിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോ